Good morning. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, all. നമുക്ക് പ്രയർ ആയി സ്റ്റാർട്ട് ചെയ്താലോ ക്ലാസ്? ഓക്കെ, പ്രയർ പറഞ്ഞു കേട്ടോ. ആരുല്ലേ പ്രയർ പറയാൻ? Yes, ma'am. Happy morning to all. Let us begin today's class with a prayer. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ നീ തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. Good morning. I am Reshma. My role is to sign in the class. A very good morning to everyone. We are happy to see you all together here. Thank you all for joining us here today at this class. I would like to extend a warm welcome to our respected Avarnanas and beloved teachers who have joined us here. We hope you all enjoy this class and that it turns out to be a great success and a memorable one for all of us. Thank you. വെൽക്കം ഓൾ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല മാം. നമ്മള് ഇന്ന് റിവിഷൻ ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? പഠിച്ചൊക്കെ തുടങ്ങിയോ? അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുകയാണോ? എന്താണ് പ്ലാൻ? ഓണം കഴിഞ്ഞിട്ട് പഠിക്കാന്നുള്ള പ്ലാൻ ആയിരിക്കും അല്ലെ? ആണോ? അതെ, ഞങ്ങള് ജസ്റ്റ് കഴിഞ്ഞ ടേം 2-ന് അങ്ങനെ അങ്ങോട്ട് പഠിച്ചതുകൊണ്ട് പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തേക്കാണ്. നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം, പഠിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ബ്രേക്ക് എടുക്കാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, പഠിച്ചുകൊണ്ടിരിക്കാനേ ശ്രമിക്കുക. കാരണം നമ്മൾ കണ്ടിന്യൂസ് ലേൺ ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ ബ്രേക്ക് സംഭവിക്കുമ്പോൾ മേ ബി നമ്മളത് അഫക്ട് ചെയ്യും കേട്ടോ. സോ ഞാനിതില് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാന്നാ വിചാരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മുമ്പ് എക്സാമിന് കണ്ടക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇപ്പൊ ക്ലാസ് കേട്ടിട്ട് പിന്നീട് എക്സാമിന് തലേന്ന് ഒന്നും കൂടി ഇരുന്ന് കേൾക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോ നമ്മള് മൊഡ്യൂൾ 1 അല്ലെ, മൊഡ്യൂൾ 1 നിന്നാണ് നമുക്ക് എക്സാം വരുന്നത്. നമുക്ക് തിയറി പേപ്പർ എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 1 ആണ്. അതിൽ നമുക്ക് 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി, അങ്ങനെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്, പിന്നെ സ്കൂൾ മാനേജ്മെന്റ്. ഇവിടെ മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നുള്ളൂ, ബട്ട് അതെന്താണ്, സ്കൂൾ മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത് കേട്ടോ. മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് മുകളിലാണ് വരുന്നത് കേട്ടോ. മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് കവർ ചെയ്യുന്നത് 3rd പാർട്ടാണ്. എല്ലാവർക്കും അറിയാലോ, അത് അറിയാം. ഓക്കെ, കുട്ടികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് ഏറ്റവും ടഫായിട്ടുള്ള പേപ്പർ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി ആണ് എന്നാണ് പറയാറ്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കണം, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്ന് പറയുന്നത് 2 പേപ്പർ ആയിട്ടാണ് എക്സാം വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കാം,
ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ 5 ചാപ്റ്റർ ആണ്. ആദ്യത്തെ ഫസ്റ്റ് 5 ചാപ്റ്റർ ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സെഷനിൽ നിന്ന് വരുന്നത്. ബാക്കി 5 ചാപ്റ്റർ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ചാപ്റ്ററിൽ നിന്ന് 50 എത്ര ക്വസ്റ്റ്യൻസ് വരുന്നത്? 50 ക്വസ്റ്റ്യൻസ് അല്ലേ? 50 ക്വസ്റ്റ്യൻസ് വീതം വരുന്നത്. അപ്പൊ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മിനിമം 10 ക്വസ്റ്റ്യൻസ് വരും അല്ലേ? അപ്പൊ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഡെപ്ത് ആയിട്ട് പഠിക്കണം. ഏത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്ന് പറയുന്ന ചാപ്റ്റർ. അതില് ബാക്കി എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് സോ, എന്താണ് ബാക്കിയൊക്കെ കുഴപ്പമുണ്ടാവില്ല. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നല്ല രീതിയിൽ നോക്കണം കേട്ടോ. കുട്ടികൾ പറയാറുണ്ട് ഇപ്പൊ എക്സാം ഇടുന്നത് ഞാൻ മാത്രമല്ല. കാരണം വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എടുത്തിട്ടുണ്ട്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എടുത്തിട്ടുണ്ട്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ട്. പക്ഷെ എക്സാം ഇടുമ്പോൾ നമ്മള് ടീച്ചേഴ്സ് എല്ലാവരും, നമ്മള് മോണ്ടിസോറി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടാണ് എക്സാം ഇടുന്നത്, ഡിസൈഡ് ചെയ്തിട്ടാണ് ഇടുന്നത്. സോ എന്റെ മാത്രം ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ നിന്ന് വരാമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പോ നിങ്ങൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഇതാണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി നന്നായിട്ട് നോക്കണം. സൈക്കോളജി ആയാലും, സൈക്കോളജിയിൽ അറിയാലോ, എഡ്യൂക്കേഷൻ സൈക്കോളജി, ഡിഫൻസ് മെക്കാനിക്സ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആണ് അല്ലെ? അശ്വതി മിസ്സിന്റെ റിവിഷൻ ക്ലാസ് കഴിഞ്ഞോ? അശ്വതി രഞ്ജിത്ത് മിസ്സിന്റെ? ഇല്ല മാം. ഇല്ല മാം. ചോദിച്ചിട്ടുണ്ടോ നിങ്ങള്? തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ വന്നപ്പോ ഏത് ചാപ്റ്റർ എടുത്തത് ഓർമ്മയുണ്ടോ? കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. ഞാൻ പാർട്ട് 1 3 ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്, അപ്പോ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. അറിയാവുന്നതാണെങ്കിൽ ആൻസർ പറയാം. ഓക്കെ. സാധാരണ പണ്ടൊക്കെ ചോദിച്ചിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്നാ? ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്താ പറയാ, വൈ ഡു ചിൽഡ്രൻ സഫർ ഫ്രം വേരിയസ് ഡിസീസസ്? നല്ല മോക്ക് ടെസ്റ്റിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് തന്നെയല്ലേ? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നത്? എന്താണ് റീസൺ? ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞുകൊണ്ട്. ശരിയാണ്, കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. Then whooping cough-ന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. What are the major symptoms of whooping cough? അറിയോ? ഓപ്ഷൻസ് വേണോ? Fever, rashes. Option A, fever and rashes. Then joint pain, coughing and vomiting, eye infection. Coughing and vomiting. Okay. Diphtheria is a disease affecting the dash. Okay, options പറയാം കേട്ടോ. Throat, option B windpipe, option C trachea, all of the above. Diphtheria ആണ്. Diphtheria is a disease that affects the dash. Diphtheria. Diphtheria. പറയാം, throat, windpipe, trachea, all of the above. All of the above. All of the above. The germ of tetanus enter the body through dash. The germs of tetanus enter the body through dash. Nervous system. അല്ല കേട്ടോ, അഫക്റ്റ് ആണത്. ഇഞ്ചുറീസ് ആണ്. ത്രൂ ഇഞ്ചുറീസ് ആണ് കേട്ടോ. നെർവസ് സിസ്റ്റം അതിന്റെ സൈഡ് എഫക്റ്റ് ആണ്. അങ്ങനെയും ചോദിക്കാൻ ക്വസ്റ്റ്യൻ. ഡിസെൻട്രി കോസ് ഡാഷ്. ഓപ്ഷൻ എ ഹെഡേക്ക് ആൻഡ് സീസിങ്. ഓപ്ഷൻ ബി ലൂസ് മോഷൻ വിത്ത് പസ് ആൻഡ് ബ്ലഡ്.
Option C, muscles cramps. Option D, difficulty in walking. Loose motion. ലൂസ് മോഷൻ. Okay. Malaria is spread through the bites of dash mosquitoes. Anopheles. Okay. Then വാക്സിൻ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫ്തീരിയക്കെതിരെ? ഏത് വാക്സിനാ? DPT അല്ലെ? അത് അപ്ഡേറ്റഡ് ആയിട്ടില്ലേ? Currently, diphtheria, tetanus, pertussis, hemophilia, influenza B. 5 വാക്സിൻ, 5 അസുഖങ്ങൾക്കുള്ള ഒരുമിച്ച് വാക്സിൻ യൂസ് ചെയ്യുന്നില്ല ഇപ്പൊ? TDAP ആണോ? DPT. കേട്ടിട്ടില്ലേ നിങ്ങൾ? DPT ഉണ്ട് അതില്, ഇൻക്ലൂഡിങ് DPT. 5 അസുഖങ്ങൾക്കുള്ള വാക്സിൻ ഒരുമിച്ച് ഒറ്റ ഡോസ് ആയിട്ട് കൊടുക്കുന്നത്. പെന്റാവാലന്റ് പറഞ്ഞു തന്നിട്ടില്ലേ? ഇല്ല അല്ലെ, പറഞ്ഞു തന്നിട്ടില്ല. ഒരാളെ വഴിയില്ലല്ലോ പെന്റാവാലന്റ്. ഓക്കെ, ഇപ്പൊ ഡിഫ്തീരിയക്കെതിരെ എടുക്കുന്ന വാക്സിന്റെ പേര് പെന്റാവാലന്റ് എന്നാണ് കേട്ടോ. 5 അസുഖങ്ങൾക്ക് ഒറ്റ വാക്സിൻ എടുക്കുന്നത്. ഓക്കെ, എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഫെയിൻറ്റഡ് പേഴ്സണെ എങ്ങനെയാണ് നമ്മൾ what position should a fainted patient be placed? ഫെയിൻറ്റ് ചെയ്ത വ്യക്തിയെ നമ്മൾ എങ്ങനെ കിടത്തും? വിച്ച് പൊസിഷൻ? എന്ത് ഓപ്ഷൻ പറയണോ? Okay, sitting upright, standing with support, lying on the stomach, and option B, lying flat with the legs raised higher than the head. പാദങ്ങൾ തലയേക്കാൾ ഉയർത്തി കിടത്തണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? lying flat with legs raised higher than the head, അങ്ങനെയല്ലേ പൊസിഷൻ? ഇപ്പൊ എനിക്കറിയാം, ഇത് ആൻസർ ഒന്നും പറയാതെ വന്നപ്പോ തന്നെയാണ് നല്ലൊരു വലിയ ബ്രേക്ക് അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലേ പഠിക്കുന്ന കാര്യത്തിൽ നിന്ന്. സ്നേക്ക് ബൈറ്റിംഗ് ആണോ മാം? അല്ലടാ, ആ ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് കേട്ടാ. ഹൗ ഷുഡ് പറഞ്ഞോടാ. മറ്റേ മുങ്ങ വെള്ളത്തിൽ മുങ്ങി ഫെയിൻറ്റ് ചെയ്യുമ്പോഴത്തെ കാര്യം പറഞ്ഞേ. ഫെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാല് ബോധക്ഷയം സംഭവിക്കുമ്പോ നമ്മള്, ഞാൻ പറയില്ലേ, പാദങ്ങൾ തലയേക്കാൾ ഉയർത്തി കിടത്തണം, ഓക്സിജൻ കറക്റ്റ് ആയിട്ട് സർക്കുലേഷൻ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം. ഇനി നമ്മള് സ്കൂളുകളിൽ മെയിൻലി ഫസ്റ്റ് എയ്ഡ് കിറ്റുകളോടൊപ്പം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. വാട്ട് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ അലോങ് വിത്ത് ദ ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ് ഇൻ സ്കൂൾസ്? നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, കറക്റ്റ് കേട്ടോ, നഴ്സിംഗ് അസിസ്റ്റന്റ്. Then, what the position should a drawing victim be placed in? Options പറയാം. Face up with the feet down, face down with the feet up, sitting upright, standing. എങ്ങനെ ഇരുത്തേണ്ട ആളെ? Feet should be up.
ഡൗൺ. തല ഇങ്ങനെ കുനിച്ചിരുത്തിയിട്ട് ബാക്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? Feet should be up. Face should be face down with feet up. കാലുകൾ ഉയർത്തിയിട്ട് തല കുനിച്ചിരുന്ന് നിർത്തണം എന്നാ പറയുന്നത്. ഇനി എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫസ്റ്റ് എയ്ഡർ. എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് ഒരു ഗുഡ് ഫസ്റ്റ് എയ്ഡറിന് വേണ്ടത്? ചാപ്റ്റർ എടുത്ത് കയ്യിൽ വെക്കാൻ തോന്നുന്നു അല്ലെ? നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചാപ്റ്ററിന്റെ ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡിന് വേണ്ട ക്വാളിറ്റീസ് എന്നൊക്കെ. എന്തൊക്കെയാണ്? കമ്പാൻഷൻ, ജെൻലിനെസ്, പവർ ഓഫ് കൺക്ലൂഷൻ, റിസോഴ്സ്ഫുൾനെസ്, ഓൾട്ടർനെസ്. ഇത് ഓപ്ഷൻസ് ആയിട്ട് വരാം. മേ ബി ആൻസർ ചിലപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും, അല്ലെങ്കിൽ മേ ബി എന്താണ് വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് വന്നിട്ട് കറക്റ്റ് ആൻസർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി what is the family in what is the role of the family in child welfare? കുട്ടിയുടെ വെൽഫെയറിൽ ഫാമിലിയുടെ റോൾ എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് കേട്ടോ. ഇതിന് ഓപ്ഷൻസ് പറയാം. പ്രൊവൈഡിങ് എന്റർടൈൻമെന്റ്, make the child depend on parents. Option C, influencing healthy habits and overall development. Option D, sending the child away. ഏത് ഓപ്ഷനാണ്? C, influencing healthy habits and overall development അല്ലെ? Then what must children be taught to ensure cleanliness? ക്ലീൻനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്? ഇതിൽ ഓപ്ഷൻസ് പറഞ്ഞിട്ടാണ് അവരത് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ എ, സ്ലീപ്പ് ഓൾ ദ ഡേ. ഓപ്ഷൻ ബി, അവോയ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഓപ്ഷൻ സി, വാഷ് ദ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽ ആൻഡ് യൂസിങ് ടോയ്ലറ്റ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. ഇതിലേതാണ്? Wash the hands before and after meals and after using toilet. Okay. Then what is suggested for children with potential eye problems? നമ്മൾ ഐ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് സജസ്റ്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ് പറയാം. മോർ റീഡിങ് ആക്ടിവിറ്റീസ്, കൂടുതലായിട്ട് റീഡിങ് ആക്ടിവിറ്റീസ് കൊടുക്കാം. വാച്ചിങ് TV in dark room, periodic checkup or ophthalmic examination. Option C ആണ് periodic checkup or ophthalmic examination. Option D, wearing sunglass. Option C, periodic checkup. Okay. Common method of communication for hearing impaired children. ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള മെത്തേഡ്, അവർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോമൺ മെത്തേഡ്. ത്രൂ ആക്ഷൻസ്, ത്രൂ ലിപ് റീഡിങ്, ബോത്ത് ആക്ഷൻസ് ആൻഡ് ലിപ് റീഡിങ്, ഓൾ ഓഫ് ദ എബോവ്. All of them. What are the some causes of physical disabilities in children? What are the some causes of physical disabilities in children? Cognitive issues, fatal problems, accident during pregnancy, all of the above. All of the above, ma'am. Okay. What is suggested to help mentally retained children engage in learning? What is suggested to help mentally retained children engage in learning? First one is strict rules. Option B, lengthy lectures. Option C, frequent tests. Option D, suitable and proper physical and mental activities.
ഏതാണ് മെന്റലി റിറ്റൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ? ഫിസിക്കൽ ആൻഡ് മെന്റൽ ആക്ടിവിറ്റി. Suitable, proper physical and mental activities. Correct. What kind of environment help mentally retained children? ഞാൻ താഴെ പറയുന്നതിൽ ഏത് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് ആണ് മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികളെ സഹായിക്കുന്നത്? ഓപ്ഷൻ എ ട്രഡീഷണൽ ക്ലാസ് റൂം. ഓപ്ഷൻ എ എന്താണ്? ട്രഡീഷണൽ ക്ലാസ് റൂം. ഓപ്ഷൻ ബി മോണ്ടിസോറി എൻവയോൺമെന്റ് ആൻഡ് മെറ്റീരിയൽസ്. മോണ്ടിസോറി എൻവയോൺമെന്റ് ആൻഡ് മെറ്റീരിയൽസ്. ഓപ്ഷൻ സി സ്ട്രിക്റ്റ് മിലിറ്ററി സ്റ്റൈൽ ട്രെയിനിങ്. സ്ട്രിക്റ്റ് മിലിറ്ററി സ്റ്റൈൽ ട്രെയിനിങ്. ഓപ്ഷൻ ഡി കോമ്പറ്റേറ്റീവ് സ്പോർട്സ്. മോണ്ടിസോറി എൻവയോൺമെന്റ് ഓക്കെ, മോണ്ടിസോറി എൻവയോൺമെന്റ് ആൻഡ് മെറ്റീരിയൽസ്. നമുക്കറിയാല്ലേ, ഇപ്പോ ഈ ഒരു കോഴ്സ് പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം മോണ്ടിസോറി ആദ്യം ഈ മെറ്റീരിയൽസ്, സെൻസോറിയൽ മെറ്റീരിയൽസ് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്? കുട്ടികൾക്ക് വേണ്ടി. മിച്ച കുട്ടികള് ആയിട്ടുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഒരു മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തതും അവർക്ക് എന്താണ് അവരുടെ ആ ഒരു മാനസിക വെല്ലുവിളിയുടെ കാരണങ്ങൾ എന്ന് മനസ്സിലാക്കുകയും ചെയ്തു, ഇല്ലേ? ഡൾനെസ് ഓഫ് സെൻസ് ആണ്. സെൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. സെൻസ് ട്രെയിൻ ചെയ്ത് അവർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ലേൺ ചെയ്യും എന്ന് മോണ്ടിസോറി മനസ്സിലാക്കിയും അതിനു വേണ്ടിയിട്ട് മോണ്ടിസോറി കുറച്ച് മെറ്റീരിയൽസ്, സ്വന്തമായിട്ട് കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് ആ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്തത്, അല്ലേ? ഞാൻ തന്നെയായിരുന്നു അല്ലേ ചൈൽഡ് ഡെവലപ്മെന്റിനും ഗ്രോത്ത്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റും സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റും എടുത്തത്. ഡെവലപ്മെന്റിലെ 3 ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ഡെവലപ്മെന്റ് മുതൽ ടീച്ചേഴ്സ് എല്ലാവരും മാറി മാറി ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എല്ലാ ടീച്ചേഴ്സും കൂടി ഒരുമിച്ച് ചർച്ച ചെയ്താണ് ഇടാറ്, എക്സ്പെഷ്യലി ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി. അപ്പൊ നിങ്ങൾ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് പഠിക്കണം കേട്ടോ. എല്ലാ എക്സാം കഴിയുമ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു എന്താ പറയാ, ഒരു കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് ആണ് ടഫായിരുന്നു മിസ്സേ, ഡെവലപ്മെന്റ് ഭയങ്കര ടഫായിരുന്നു, സൈക്കോളജി ഭയങ്കര ടഫായിരുന്നു എന്ന് കേൾക്കാറുണ്ട്. അത് പഠിച്ചപ്പോ നല്ല രീതിയിൽ എൻജോയ് ചെയ്താണോ ഡെവലപ്മെന്റ് ഒക്കെ പഠിച്ചത്? അല്ലേ? നിങ്ങൾ എന്താ റെസ്പോണ്ട് ചെയ്യാത്തേ? അപ്പോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും വ്യത്യാസം വരുന്നത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കി നന്നായിട്ട് റീഡ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യാം, ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, what is human development primarily connected with? അല്ലെങ്കിൽ what are the forms of human development? What are the forms of human development? കേട്ടോ, ഫോണേ സൈലന്റ് ആക്കേണ്ടതാ, വിട്ടുവരും. ഓക്കെ, എന്തൊക്കെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് ചോദിക്കുന്നത്? ഓപ്ഷൻ എ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. ഓപ്ഷൻ ബി സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്. ഓപ്ഷൻ സി സോഷ്യൽ ആൻഡ് ഇമോഷണൽ പറഞ്ഞല്ലേ, ഫിസിക്കൽ ആൻഡ് മോട്ടോർ പറഞ്ഞു. ദെൻ ലാംഗ്വേജ് കോഗ്നിറ്റീവ് ഗ്രോത്ത്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. Okay, another name for development. Another name for development. Another name for development. അറിയോ? ഇല്ല, ആർക്കും അറിഞ്ഞൂടെ another name? ഒരു പേര് അറിയില്ല? ഒന്ന് ആലോചിക്കട്ടെ മാം, ഒരു മിനിറ്റ്. Another name for development. ഞാൻ പറഞ്ഞില്ല കേട്ടോ, നിങ്ങൾ ഓപ്ഷൻ ഒന്നുമില്ല. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണോ? ഗ്രോത്തും ഡെവലപ്മെന്റും സെയിം ആണെന്നാണോ ഞാൻ പഠിപ്പിച്ചത് നിങ്ങളെ? ആ ലെസണിൽ നിന്നല്ലേ ഗ്രോത്ത് ഡെവലപ്മെന്റ്? ആ ലെസണിൽ നിന്നാണ്.
മാം ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ നെറ്റ് ബ്രേക്ക് ആയിപ്പോയി. Okay. Another name for development. And development is also known as dash. Development മറ്റൊരു പേര്. Mature and ചേഞ്ച് ഇൻ ബിഹേവിയർ ആണോ മാം? ലൈഫ് ചേഞ്ചസ് ആണോ? എല്ലാവരും ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യണല്ലേ? ഇല്ല മാം, ടെക്സ്റ്റ് തുറന്നു വെച്ചിട്ടുണ്ട്, അതില് ലൈഫ് ചേഞ്ചസ് എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതാണ് പറഞ്ഞത്. ഒന്നുകൊണ്ട് ആലോചിച്ച് നോക്കാം. മെച്യൂരിറ്റി ആണോ മാം? നമ്മളുടെ ടെസ്റ്റിൽ അങ്ങനെ പറയണേ, മെച്യൂരിറ്റി. അതർ നെയിം ഫോർ ഡെവലപ്മെന്റ് എന്താണ്? മെച്യൂരിറ്റി എന്നാ പറയുന്നത്. മാം ഞാൻ പറഞ്ഞിരുന്നു മെച്യൂരിറ്റി. കറക്റ്റ് ആയിട്ട് പറയാൻ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഓക്കെ. അത് ടെക്സ്റ്റ് ഇല്ല, ഞാൻ ഓർത്ത് പറഞ്ഞതാ. ഓക്കെ. ഞാൻ ഇപ്പൊ പറയുന്നു വിചാരിച്ചു, കറക്റ്റ് ചെയ്ത് പറയുന്നു വിചാരിച്ചു. അപ്പോള് സംസാരിക്കുന്നില്ല, അപ്പൊ ഒരു ഡൗട്ട് ഉള്ള പോലെ. എനിക്കിവിടെ ഭയങ്കര ബഹളമാണ്, ഞാൻ ചിലതൊന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നതിനാ ഞാൻ പറയുന്നത്. എവിടെയാണ്? വീട്ടില് തന്നെ കുഞ്ഞുങ്ങളുടെ ബഹളം. അവരാകെ വാശി, വയ്യ മൂന്നാൾക്കും. ആണോ? പനിയാണോ? പനിക്കുന്നില്ല, ഭയങ്കര കോൾഡ്. ചെസ്റ്റ് കുറുകുറൂന്ന് സൗണ്ട് വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ട് ചെസ്റ്റ് ക്ലിയറാ, പക്ഷെ ഇന്നലെ ഓക്കെ ആയിരുന്നു. ഇന്ന് എടുക്കണം ചെയ്യണം വാശി. കാണിച്ചു മാം. അപ്പൊ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നേച്ചർ ഡ്രോപ്പും അതൊക്കെ മതിന്ന് പറഞ്ഞു, ചെയ്താ മതിന്ന് പറഞ്ഞു. 3 പേർക്ക് ഒരുമിച്ചാണ്, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട്. അതിന്റെ ഇടയിൽ ഒരാൾ വീണു, താടി പൊട്ടി, പല്ലിന്റെ അവിടെ പൊട്ടി. ആകെ 24/7 ബിസിയാണ്. അതിന്റെ ഇടയിൽ ഞാനിപ്പോ റിവിഷൻ കേൾക്കുമ്പോ എന്തെങ്കിലും നമുക്ക് ഓർമ്മ വരുന്ന ഓർത്താ കയറിയത്. അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ മാം, പറ്റുന്ന പോലെ ചെയ്തോളാം. Then what does the term growth refers to? Option A, dimensional arguments. Option B, cellular multiplication. Option C, quantitative changes. And option D, all of the above. All of the above. Okay. Zygote contains dash chromosomes. Zygote contains the dash chromosome. 50, option A 50, option B 23, option C 46, and option D 40. 46. Yeah, 46. An invisible particle which carry the hereditary traits. Dash is an invisible particle which carry hereditary traits. അറിഞ്ഞൂടാ? ജീൻസ്. Gene. Okay. Then, what does each person develop during the process of childhood? What does each person develop during the process of human development? Option A, wealth and fame. Option B, power and authority. Option C, attitudes and values. Option D, all of the above. ഒന്നുകൂടി പറയണോ ഓപ്ഷൻസ്? മാം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? ക്വസ്റ്റ്യൻ പറയാം. വാട്ട് ഡസ് ഈച്ച് പേഴ്സൺ ഡെവലപ്പ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് സമയത്ത് എന്താണ് നമ്മള് ഒരു പേഴ്സണിൽ ഡെവലപ്പ് ചെയ്യുന്നത്? ഓപ്ഷൻ എ എന്താണ് പറഞ്ഞത്? വെൽത്ത് ആൻഡ് ഫ്രെയിം ആണ്. ഓപ്ഷൻ ബി പവർ ആൻഡ് അതോറിറ്റി. ഓപ്ഷൻ സി ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് ആണ് മാം. ഏതാണ്? ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ്. Okay, attitude and values. The main postnatal factors are
The main postnatal factors are: first option A, physical environment. Option B, social and emotional environment. Option C, intellectual environment. And option D, all of the above. All of the above. Okay. The first fatal organ that develops. The first. Okay. The period from 2nd to 8th week after conception is known as dash. The period from 2nd to 8th week after conception is known as dash. Period of embryo. Which chromosome determine the sex of a child? Y Y chromosome. XY chromosome. Okay, good. XY chromosomes. How long does the egg stay in fallopian tube waiting for fertilization? 12 hours, 24 hours, 48 hours, 72 hours. 24 hours. 24. 24. 24 hours. Okay, correct. Growth is dash, functional, continuous, ordered, structured. Structural. Order അവിടെ വരാൻ പാടില്ലല്ലോ. Optional mistake in probably. Then, what is the age range from? In which age range of shift? Okay. ഏത് ഏജിലാണ് ഏറ്റവും കൂടുതൽ ഷിഫ്റ്റ് വരുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ? ഞാൻ ഓപ്ഷൻസ് പറയാം. 3 to 6, 0 to 2, 7 to 9 years, 10 to 13 years. In which age the very fast shift in their physical development? ഓപ്ഷൻസ് ഒന്ന് പറയാമേ? 3 to 6 years, 0 to 2 years, 7 to 9 years, 10 to 30 years. 0 to 2. 0 to 2. Yeah, 0 to 2, correct. What age do children usually acquire toilet control at night? 4 years. 4 years. What trend suggests motor control develop from head to downwards? Option പറയാം. ഒന്നുകൂടി പറയും ക്വസ്റ്റ്യൻ. Which trend suggests motor control develop from head to downward? Cephalocodal trend, proximal-distal trend. Cephalocod trend, ma'am. Okay. Cephalocodal trend. According to proximal-distal trend, the motor control develops. According to proximal-distal trend, motor control develops. Option A, from hand to shoulder. Option B, from outside to inside. Option C, from the body center to its outer part. Option D, from feet to head. From body center to outer part. Then, at the question, what trend describe the shift from using more energy to less in motor task? What trend describe the shift from using more energy to less in motor task? Mass to specific, bilateral to unilateral, maximum to minimum, proximal to distal. Maximum to minimum. Okay, maximum to minimum. നിങ്ങൾ ഇപ്പോ ഞാൻ ചോദിക്കുമ്പോ മനസ്സിലായോ? നമ്മൾ നേരത്തെ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളൂ. പക്ഷെ ഇതൊരു പേപ്പറാണ്. ഇത് ബാച്ചിന് കൊടുത്ത പേപ്പറാണ് ഞാൻ പറയാം. MT5 ഒരു പേപ്പറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ ആ പേപ്പറിൽ എന്തോരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഡെവലപ്മെന്റിന്റെ ഒക്കെ, മനസ്സിലായോ? ഇപ്പോഴും കഴിക്കില്ല, കുറെ ഉണ്ട്. മാം, അപ്പം മോക്ക് ടെസ്റ്റുകൾ മാത്രം പോരാ അല്ലെ? നമ്മള് ടെക്സ്റ്റ് നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് ചെയ്യണം അല്ലെ? നോക്കണം. പ്രത്യേകിച്ച് ഡെവലപ്മെന്റിന്റെ ചാപ്റ്റേഴ്സ്, സൈക്കോളജിയുടെ ചാപ്റ്റേഴ്സ്, മോണ്ടിസോറി സെഷനിലെ അതും നന്നായിട്ട് ടെസ്റ്റുകൾ നോക്കണം. ടെസ്റ്റ് റീഡ് ചെയ്യണം. ടെക്സ്റ്റ് റീഡ് ചെയ്താ അത്യാവശ്യം നമുക്ക് ഓക്കെ,
ടെസ്റ്റ് റീഡ് ചെയ്യാം, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് നിങ്ങളെ തന്നെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ആ ടെസ്റ്റ് റീഡ് ചെയ്തിട്ട് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്ത് നോക്കുമ്പോൾ ഈസി ആകുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാട്ട് മാർക്സ് ദ ഫസ്റ്റ് 3 years of adolescence? What marks the first 3 years of adolescence? Period of fixation, stabilization of growth, rapid growth and development, ceasing of physical growth. Rapid growth and development. Rapid growth and development. What is used to measure physical growth in children? What is used to measure physical growth in children? Option A, IQ score. Option B, diet chart. Option C, height and weight. Option D, sleep. Height and weight. Height and weight. The brain size of 6 years of age is approximately what percentage of an adult brain? The brain size at 6 years of age is okay. What percentage of an adult brain? എത്ര പെർസെന്റേജ്? 90. 90. What happens during the period of childhood, pre-childhood? What happened during the pre-childhood period? Rapid growth, period of fixation and stabilization, growth, cessation of growth, maturity. Pre-childhood ഒന്നുകൂടി പറയാം. റാപ്പിഡ് ഗ്രോത്ത്, പീരീഡ് ഓഫ് ഫിക്സേഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ. Period of fixation ആണ്. ഓക്കെ, പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. വാട്ട് ടൈം റെഫേഴ്സ് ടു ചിൽഡ്രൻ ഫിയർ ഓഫ് അൺഫെമിലിയർ പേഴ്സൺ? അൺഫെമിലിയർ ആയിട്ടുള്ള പേഴ്സൺസിനെ കാണുമ്പോൾ ഫിയർ ഏതാ? Stranger anxiety. Stranger's anxiety. Which of the following is a characteristics of an emotion during preschool years? Which of the following is a characteristics of emotion during preschool years? They are mostly hidden. And they are mostly hidden on option A. Option B, they are stable and long lasting. Option B, they are stable and long lasting. Option C, they are temporary and change quickly. Option D, they do not relate to any objects. ഇതിൽ ഏതാണ് കറക്റ്റ്? പ്രീ സ്കൂൾ കുട്ടികളുടെ ഇമോഷൻ എങ്ങനെയായിരിക്കും? ടെമ്പററി ആണോ? പെട്ടെന്ന് മാറി മാറി വരും? പെട്ടെന്ന് മാറും? Temporary. ഓക്കെ, നമ്മൾ ഒന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ അവർ കരഞ്ഞോണ്ടിരിക്കുകയാണെന്ന് പോലും മറന്നുപോകും, ഇല്ലേ? ഓക്കെ, what do you mean by separation anxiety? What do you mean by separation anxiety? Okay, fear of darkness, anxiety caused by unknown people, anxiety when the child is separated from their mother, fear of loud sounds. Separated from mother. From ആൻസൈറ്റി. ഇപ്പൊ കുട്ടികൾക്കൊക്കെ വയ്യാണ്ടാവുന്ന സമയത്ത് നമ്മളോട് അവർ കൂടുതൽ അടുക്കുന്നത് എന്താണെന്നറിയാവോ? അവർക്ക് ഓൾറെഡി അവർ ടയേർഡാണ്. അപ്പൊ അവർക്ക് ആരോട് കുറച്ചും കൂടി ഇഷ്ടം തോന്നും, പ്രത്യേകിച്ച് അമ്മമാരോട്. അവരുടെ കെയറും സ്നേഹവും ഒക്കെ കിട്ടാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഫീല്. നമ്മളിപ്പോ വയ്യാണ്ടാവുമ്പോ മാത്രമായിരിക്കും നമ്മളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്നത്, അല്ലേ? എന്റെ മോക്ക് അങ്ങനെയാണ്, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അല്ലെങ്കിൽ ഫുൾ ടൈം ഒക്കെ അച്ഛനായിരിക്കും ഇഷ്ടം. പക്ഷെ വയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അമ്മ വേണം, നിർബന്ധമാണ്. നമ്മളിപ്പോ വിചാരിക്കും അല്ലാത്ത സമയം മൊത്തം അച്ഛന്റെ ഒപ്പം നടക്കുന്ന വേണം, വയ്യാണ്ടായി കഴിഞ്ഞാൽ എന്റെ അടുത്തുനിന്ന് പോവില്ല, അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് പുറകിണ്ടാവും. അത് അവർ ആ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അവരെ നമ്മള് എവിടെയെങ്കിലും ആക്കിയിട്ട് പോകുമോ അല്ലെങ്കിൽ അവരെ നോക്കാൻ വേറെ ആരും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ വരുന്നത് കൊണ്ടാണ്. ദെൻ കോമൺ ഫിയർ ഇൻ ചിൽഡ്രൻസ് എന്തൊക്കെയാണ്? ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. കോമൺ ഫിയേഴ്സ് ഇൻ ചിൽഡ്രൻ.
കുട്ടികൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഫിയറുകൾ? സ്ട്രേഞ്ചർ ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റി, സെപ്പറേഷൻ, ലൗഡ് Darkness, ഡാർക്ക്നെസ്, ലൗഡ് നോയ്സ് പേടിയല്ല ചില കുട്ടികൾക്ക്. എന്റെ മോൾക്ക് അങ്ങനെ ലൗഡ് നോയ്സ് പറ്റില്ല. animals, ചില അനിമൽസിനെ കാണുന്ന പേടിയാണ്. പേഴ്സൺ, പ്ലേസ്, ഒബ്ജക്ട്സ്, ടോയ്സ് ഒക്കെ കാണുമ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. When does a true social smile typically appears? When does a true social smile typically appears? At birth, at 6 weeks, at 6 months, at 1 year. കുട്ടികൾ ചിരിച്ചു തുടങ്ങുന്ന എപ്പോ മുതലാ? 6 weeks, ഓപ്ഷൻസ് 2-3 months അങ്ങനെ എന്തോ അല്ലേ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആണോ? അങ്ങനെയാന്ന് തോന്നുന്നു മോക്ക് ടെസ്റ്റില് കണ്ടത്. ഈ ചാപ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ടോ? മാം എടുത്തിട്ടുണ്ട്. ലാംഗ്വേജ് അല്ല കേട്ടോ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ല. അവിടെ വന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വന്നതേ, അപ്പോ അതിലെല്ലാ ക്വസ്റ്റ്യൻ ഉണ്ട്. 2-3 months സോഷ്യൽ സ്മൈല് ഇത് അറ്റ് 6 വീക്ക് എന്നാണ് എടുക്കുന്നത്. നോക്കട്ടെ 1 മിനിറ്റ്. മോക്ക് ടെസ്റ്റിന് ബുക്ക് എടുത്തിട്ടുണ്ട്. എടാ ഞാൻ തന്ന മോക്ക് ടെസ്റ്റിൽ ആ ക്വസ്റ്റ്യൻ ഇല്ല. മോക്ക് ടെസ്റ്റിൽ അതില്ല കേട്ടോ. ആ 2-3 monthsന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ അത് വാട്ട്സ് ഏജ് ക്യാൻ ചൈൽഡ് ഇൻഫന്റ് സ്റ്റാർട്ട് ഐഡന്റിഫൈങ് പീപ്പിൾസ്, ഒരു അമ്മേനെയൊക്കെ തിരിച്ചറിയാൻ തുടങ്ങൂലേ, അത് ഏത് ഏജ് മുതലാണെന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അത് 2 to 3 months ആണ് കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ ഇതിവിടെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെൻ ഡസ് എ ട്രൂ സോഷ്യൽ സ്മൈൽ അപ്പിയേഴ്സ് എന്നാണ്. അപ്പൊ 6 weeks ആണോ? 6 weeks അല്ലേ മാം? 6 weeks ആണ്. അത് നമ്മള് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് എന്താണ് മോക്ക് ടെസ്റ്റിന് മാത്രം എല്ലാ ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്, ടെസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വന്നതാണ് കേട്ടോ. നോക്കട്ടെ, ഞാൻ ഇവിടെ എവിടെയോ ഒരു ക്വസ്റ്റ്യൻ ഒരു പോർഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ട്രൂ സ്മൈൽ നോക്കി അറ്റ് അറൌണ്ട് an age of 6 weeks a true social smile appears. കണ്ടോ, നിങ്ങൾ കണ്ടോ? ആ ഒരു സെഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ അത് മോക്ക് ടെസ്റ്റ് തന്നിട്ടില്ല, മനസ്സിലായല്ലോ? അപ്പൊ മോക്ക് ടെസ്റ്റിൽ മാത്രം എല്ലാ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഓക്കെ, വാട്ട് ഏജ് ക്യാൻ ബേബീസ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്? ഏത് ഏജ് മുതൽ ഫ്രണ്ട്സിനെ സ്ട്രേഞ്ചേഴ്സിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും? ഫ്രണ്ട്സിനെ സ്ട്രേഞ്ചേഴ്സിനെ 3 to 6 years. ഓപ്ഷൻസ് പറയൂ മാം. 6 to 7. 6 to 7 ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് എന്നല്ലേ. ഇവിടെ ഇൻഫന്റ് ഐഡന്റിഫൈ ദ പീപ്പിൾസ് എന്നാ പറയണത്. ഇതിൽ മെയിൻലി പറയുന്ന മദറിനെ കുറിച്ചിട്ടാണ്. അമ്മനെ തിരിച്ചറിയുന്നതാണ് 2 to 3 months മുതൽ എന്താണ് അമ്മനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. ദേ റെക്കഗ്നൈസ് ഇറ്റ്സ് മദർ അൺഹാപ്പി ഓൺ സെപ്പറേഷൻ. അത് അമ്മേനെ കുറിച്ചാണ് പറയുന്നത്. 6 to 7 months എന്ന് പറയുമ്പോഴാണ് ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. 6 to 7 months കേട്ടോ. Okay, what does babies begins to imitate speech and gestures? When does when does 8 to 9 months. 8 to 9 8 to 9. When does moral development typically begins? When does moral development typically begins? At birth, in the second years of life, at 6 months, at adolescence. Second year of life. Which is considered the most vital primary
ഏജൻസി ഫോർ സോഷ്യലൈസേഷൻ. സ്കൂള്, പിയർ ഗ്രൂപ്പ്സ്, മീഡിയ, ഫാമിലി. ഫാമിലി പ്രൈമറി സോഷ്യൽ ഏജൻസി. ഓക്കെ, ദെൻ വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും അതേപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റും ആണ് അല്ലെ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഞാൻ പറയുന്നില്ല, ജിഷാമിസ് എടുത്ത ചാപ്റ്റർ ആണ്. ദെൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ശ്രുതിമിസ് എടുത്ത ചാപ്റ്റേഴ്സ് ആണ്. അത് ടീച്ചേഴ്സ് പറയൂ കേട്ടോ. ഇനി എന്റെ പോർഷൻ റിവൈസ് ചെയ്ത് തീരില്ല. ഇനി ഞാൻ സൈക്കോളജിയിൽ മെയിൻലി ഏത് ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എടുത്തത്? അല്ല സോറി, ഏത് ചാപ്റ്റർ ആണ് എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? ഒരു ചാപ്റ്ററിൽ എടുത്തിട്ടുള്ളൂ? നീഡ്സ്. അല്ല, നീഡ്സ് മാത്രം എടുത്തിട്ടുള്ളൂ. നീഡ്സിന്റെ ഓർഡർ ഓർമ്മയുണ്ടോ? നീഡ്സിന്റെ ഓർഡർ അങ്ങോട്ട് പഠിച്ച ശരി, ഒരു മാർക്ക് ഇങ്ങോട്ട് സെറ്റ് ആണ്. ഇവിടെ 1 2 അവിടെ ഉണ്ട് മുകളില് ടേബിൾ ആ ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിടണം കേട്ടോ. 4 5. ഓക്കെ, ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്, എക്സ്ട്രീം നീഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. എല്ലാവർക്കും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അറ്റൈൻ ചെയ്യാൻ പറ്റിയോ? ആർക്കെങ്കിലും കോഴ്സിൽ ചേർന്നതിന് ശേഷം ജോബ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ജോബ് കിട്ടിയവരുണ്ട് മാം. ആണോ? അത് പോയി തുടങ്ങി കാണോ അല്ലെ? പോകുന്നുണ്ട്. ബാക്കിയുള്ളവർ ട്രൈ ചെയ്യാത്തയാണോ? അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് നോക്കാന്ന് വിചാരിച്ചിരിക്കണോ? മാം എക്സാം കഴിഞ്ഞിട്ട് നോക്കാന്ന് വിചാരിച്ചു. അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഫസ്റ്റ് ചിലപ്പോൾ ഇന്റേൺഷിപ്പ് ആയിട്ടായിരിക്കും കയറുന്നത്, അല്ലെങ്കിൽ ട്രെയിനിങ് ആയിട്ടായിരിക്കും കയറുന്നത്. ചിലപ്പോൾ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും സ്റ്റൈഫൻഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ആദ്യം തന്നെ എന്ത് നേടിയെടുക്കാൻ നോക്കണം? എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഇല്ല അല്ലെ? ഓക്കെ, എക്സ്പീരിയൻസ് ആണ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മളുടെ പ്രയോറിറ്റി എന്തിനാണ്? എക്സ്പീരിയൻസിനാണ്. അതിനുശേഷമാണ് നമ്മൾ സാലറി പോയിന്റ് ഓഫ് വ്യൂല് തിങ്ക് ചെയ്യേണ്ടത്. ഓക്കെ, എക്സ്പീരിയൻസ് ഏൺ ചെയ്യുമ്പോൾ ഒരു 6 മാസം മിനിമം, ഒരു 6 മാസം നമുക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം. നമ്മള് CV ഒക്കെ എഴുതുന്ന സമയത്ത് 6 മാസം ഇന്നൊരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു എന്ന് എഴുതുമ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആണ്. കാരണം 6 മാസം അല്ലെങ്കിൽ 1 വർഷം വർക്ക് ചെയ്തു, 1 ഇയർ കേട്ടോ, 1 ഇയർ വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നമ്മളെ എന്ത് ചെയ്യാൻ, അപ്പോയിന്റ് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷെ 3 months 1 month എന്നൊക്കെ പറയുമ്പോൾ അത്രയും താല്പര്യം കുറവായിരിക്കും. നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ പ്രയോറിറ്റി എന്ത് കൊടുക്കണം? എക്സ്പീരിയൻസിന് കൊടുക്കണം. ഓക്കെ, ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ സാലറി എത്രയാണെന്ന് അറിയാവോ? ഇന്റേൺഷിപ്പിന് പേയ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. 2500 rupees ആണ് ഇന്റേൺഷിപ്പിന് എനിക്ക് കിട്ടിയ ഫസ്റ്റ് സാലറി. എനിക്ക് സാലറി ആയിട്ട് ഫസ്റ്റ് കിട്ടിയതാണ് 2500 രൂപ. പക്ഷെ കുറച്ച് ദൂരമായിരുന്നു, പോയി വന്നു. ഇന്റേൺഷിപ്പ് ചെയ്തു, 1 year ആണ് ചെയ്തത്. അതിനുശേഷം പിന്നെ പേയ്മെന്റിന്റെ കാര്യത്തിൽ എനിക്ക് നോക്കേണ്ട വന്നിട്ടില്ല, കാരണം നല്ല രീതിയിലുള്ള പേയ്മെന്റ് കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ഹൈ പ്രതീക്ഷിക്കരുത്. നമുക്ക് എന്താണ് റീസണബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണോ നോക്കാം. ഞാൻ പറഞ്ഞത് 2500 എന്ന് പറയുന്നത് ഒരു 7 കൊല്ലം മുമ്പത്തെ കാര്യം ഉണ്ടാ. നിങ്ങൾ ഇപ്പോഴത്തെ ഒന്ന് വിചാരിക്കല്ലേ, 8 കൊല്ലം മുമ്പാണ്. അന്ന് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ബെസ്റ്റ് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല എമൗണ്ട് അല്ല, 1500ഓളം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഒരു മാസത്തെ ബെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1500 രൂപ കയ്യിലുണ്ടാവും. അന്ന് വലിയ എക്സ്പെൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മുടെ സ്വന്തം വീട്ടിലായിരുന്നു. നമുക്ക് ഫുഡിന്റെ അങ്ങനത്തെ ചെലവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് അത് അഫോർഡ് എന്താ പറയാ ഓക്കെ ആയിരുന്നു. അച്ഛനും വീട്ടിൽ ഫാമിലിനും പറഞ്ഞു, എക്സ്പീരിയൻസ് അല്ലേ, നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതല്ലേ, അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, നമുക്കിപ്പോ ബെസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ അത് മതി. വേറെ ഒരു ഇതുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തു ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല നല്ല രീതിയിലുള്ള പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് സാലറി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണ്ട. ട്രെയിനിങ് ആണെന്ന് വിചാരിച്ചാൽ മതി. എക്സ്പീരിയൻസ് ഏൺ ചെയ്യാൻ നോക്കുക കേട്ടോ.
ചിലപ്പോ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഏത് ക്ലാസ് ആയിരുന്നു മാം ഫസ്റ്റ് പഠിപ്പിച്ചത്? ഏത് എങ്ങനത്തെ കുട്ടികളുടെ ക്ലാസ് ആയിരുന്നോ? ഏത് ഗ്രേഡ് ആയിരുന്നു? ഏത് ക്ലാസ് ആയിരുന്നു? ഞാൻ കോമഡിയാണ്. ഞാൻ +2 പഠിപ്പിച്ചിട്ടുണ്ട്. +1 +2 ആ സെഷനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞു കുട്ടികൾ KG സെഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. മിസ് B.Ed ആയിരുന്നു. B.Ed എടുത്തിട്ട് പിന്നെ മോണ്ടിസോറിയിലേക്ക് വന്നതാ? അപ്പോ പിന്നെ CBSE സ്കൂളിലൊന്നും പേയ്മെന്റ് കുറവാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. +1 +2 ഒക്കെ പഠിപ്പിച്ചാലും നമുക്ക് അത്രയും പേയ്മെന്റ് ഇപ്പോ കിട്ടണമെന്നില്ല, കുറവാണ്. ഞങ്ങളുടെ അടുത്ത് തന്നെ നോക്കുമ്പോൾ നമുക്ക് പേയ്മെന്റ് ഭയങ്കര കുറവാണ്. സോ ഞാൻ അത് കുറച്ചു. കാരണം നമ്മൾ എഫേർട്ട് നല്ല രീതിയിൽ ഇടണം, പക്ഷെ അത്രയും പേയ്മെന്റ് ഇല്ല. അതിനേക്കാൾ പേയ്മെന്റ് നല്ലതായിട്ട് എനിക്ക് തോന്നിയത് KG സെഷനാണ്. പേയ്മെന്റ് ഉണ്ട്. കുഞ്ഞു കുട്ടികളുടെ ടീച്ചേഴ്സ് ആവുമ്പോൾ അത്യാവശ്യം പേയ്മെന്റ് ഉണ്ട്. വലിയ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ പേയ്മെന്റ് ഉണ്ട്. എനിക്ക് പ്രിഫർ ഇത് നല്ലതാണ് എന്ന് തോന്നുന്നു. അപ്പൊ മിസ് എല്ലാ ഏജിലുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? ചെറുത്, +1 +2, പിന്നെ ഇപ്പൊ ഞങ്ങള്. അല്ല, +1 +2 മാത്രമല്ല കേട്ടോ, ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്. ഞാൻ വീട്ടില് ചെറുതായിട്ടൊരു ട്യൂഷൻ സെന്റർ പോലെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മള് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, അത് കൂടാണ്ട് ട്യൂഷൻ സെന്റർ റൺ ചെയ്യുന്നുണ്ട്. അത് PG വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം മറന്നു പോവാതിരിക്കാലോ. അതെനിക്ക് കൊമേഴ്സ് ആണ് ഞാൻ. അപ്പോ എനിക്ക് ആ ഒരു കാര്യം മറന്നു പോവരുതെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അക്കൗണ്ട്സും ഫിനാൻസും ഒക്കെ മറന്നു പോകാൻ പാടില്ല എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോ അതുകൊണ്ട് ഞാൻ ആ ഒരു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്കത് ഓർമ്മയിൽ വരും, നമ്മൾ മറക്കുന്നില്ല. അങ്ങനെ ഞാനിപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ഇതുവരെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, ആ ക്ലാസ് എടുത്ത ടൈമിൽ മാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു നീഡ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഫീൽഡിൽ നിന്ന് ഔട്ട് ആവാൻ പാടില്ല. ആ കാര്യങ്ങൾ എനിക്ക് എപ്പോഴും ഓർമ്മ വേണം. അക്കൗണ്ട്സ്, ഫിനാൻസ്, ടാക്സേഷൻ ഒക്കെ നല്ല ഓർമ്മ വേണം. എന്നാൽ മാത്രമേ എനിക്ക് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ട്യൂഷൻ എടുത്തു തുടങ്ങിയത്. ആദ്യം പോക്കറ്റ് മണി ആയിട്ട് എടുത്തു തുടങ്ങിയതാണ് കേട്ടോ. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് KG കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു തുടങ്ങിയതാണ്. അന്ന് മുതലുള്ള പോക്കറ്റ് മണിയാണ്. എന്നുവെച്ചാൽ നമ്മൾ ട്യൂഷൻ എടുക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വീട്ടിൽ ഞാൻ ഇപ്പൊ ഡിഗ്രി ഒക്കെ ചെയ്തിരുന്ന സമയത്തായാലും PG ചെയ്ത സമയത്തായാലും എനിക്ക് വീട്ടിൽ നിന്ന് പൈസ ചോദിക്കാനുള്ള ഒരു മെയിൻലി മെറിറ്റ്സാ പഠിച്ചത്. മെറിറ്റ് ആയിട്ടാണ് കിട്ടിയത്. സീറ്റും കാര്യങ്ങളൊക്കെ മെറിറ്റാണ്. അപ്പൊ അതുകൊണ്ട് സ്കൂൾ കോളേജ് ഫീസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ട്രാവലിന്റെ പൈസയാണ്. അപ്പൊ ട്രാവലിന്റെ പൈസ ആവുമ്പോൾ അത് ഞാൻ എന്റെ വട്ടച്ചെലവിനുള്ള പൈസയൊക്കെ ഞാൻ ചെറുതായിട്ട് ട്യൂഷനൊക്കെ എടുത്താണ് ഒപ്പിച്ചിരുന്നത്. അന്ന് മുതൽ, കുഞ്ഞിന് മുതൽ, +1 +2 മുതൽ ട്യൂഷൻ എടുത്ത് തന്നെ തുടങ്ങിയത്. അപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്ത് +1 +2 കുട്ടികൾക്ക് എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് PG ആയപ്പോ ഇത് തന്നെ സെയിം ഒരു സെന്ററിൽ പോകാനായിട്ട് തുടങ്ങി, പോയി എടുക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ നമ്മള് എന്താ പറയാ, അത് കഴിഞ്ഞിട്ട് ചെയ്തപ്പോ ഞാൻ ഞാൻ പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്തു. എപ്പോഴും പേയ്മെന്റ് വലിയ സംഭവമൊന്നുമല്ല. എനിക്ക് ഫിനാൻഷ്യലി എന്താ പറയാ, കുറച്ച് നമ്മുടെ കയ്യില് എന്താ പറയാ, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങനെ പഠിക്കാം എന്നുള്ള ആലോചിച്ചിട്ട് ട്യൂഷൻ എടുത്തു തുടങ്ങിയതാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അക്കൗണ്ട്സിലേക്കാണ് പോയത് നേരെ. എന്താ പറയാ, കഴിഞ്ഞപ്പോ മെയിൻ ആയിട്ട് ഫീൽഡ് നോക്കിയപ്പോ അക്കൗണ്ട്സ് ആണ് എനിക്ക് തോന്നിയത്. അപ്പോ അത്യാവശ്യം നല്ല രീതിയിലുള്ള പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയാ, ഭയങ്കര സ്ട്രെസ്സാണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഹാപ്പി ആയിട്ട് ക്ലാസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ക്ലാസ് അല്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണ്ടേ നമുക്ക്. എന്ന് വെച്ചാൽ ഓരോ ദിവസവും നമുക്ക് ടെൻഷനായിരുന്നു. അയ്യോ ശരിയാവോ, അല്ലെങ്കിൽ കംപ്ലൈന്റ് കേൾക്കോ, ചീഫ് അക്കൗണ്ടിൽ നിന്ന് വഴക്ക് കേൾക്കോ. അതുകൊണ്ട് നമുക്കൊരു ഭയങ്കര വിഷമമായിരുന്നു. എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നൈസായിട്ട് മാറി ടീച്ചിങ്. ആ സമയത്ത് ഞാൻ ആലോചിച്ചാണ്, എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടല്ലോ, അത് പോളിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കൂലേ എന്ന് ആലോചിച്ചു. അപ്പൊ അങ്ങനെയാണ് ടീച്ചിങ് ഫീൽഡിലേക്ക് വരുന്നത്. എനിക്ക് അക്കൗണ്ട്സ് വേണ്ടാന്ന് വെച്ചിട്ട് വന്ന ഒരാളെ ഞാൻ വെച്ചാൽ അതിൽ നമുക്ക് ഇപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്നേക്കാൾ അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ കിട്ടുന്നേക്കാൾ നല്ല പേയ്മെന്റ് കാര്യങ്ങളും ഇപ്പൊ ഇത്രയും എക്സ്പീരിയൻസ് വരുമ്പോ തന്നെ എന്തായാലും നല്ല പേയ്മെന്റ് വന്നാണേ, അല്ലെങ്കിൽ സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടിയാണ്. പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് കിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ടീച്ചറായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ബെറ്റർ ആണ്. എനിക്ക് എപ്പോഴും ഇഷ്ടം ബേസ് ഒന്നും അറിയാത്ത കുട്ടികളുണ്ടാവില്ലേ, അവരെ ട്രെയിൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും അറിഞ്ഞൂടെ, ബേസ് ഒന്നും ഇല്ലാത്ത കുട്ടികളെ എനിക്ക് അങ്ങനെ കുറച്ച് കുട്ടികൾ വരാറുണ്ട്. നമ്മുടെ കുഞ്ഞു കുട്ടികളെ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത് KG സെഷനില്. അപ്പോ കുഞ്ഞു കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
എന്നുവെച്ചാൽ അവർക്ക് ബേസ് ഒന്നുമില്ല. അവർ നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ അബ്സോർബ് ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ കൊമേഴ്സ് അക്കൗണ്ട്സ് എന്ന് പറയില്ലേ, ഞാൻ അക്കൗണ്ട്സ് മെയിനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അക്കൗണ്ട്സിൽ എടുക്കുമ്പോഴും അതും അങ്ങനെ തന്നെയാണ്. ബേസ് ഒന്നുമില്ല അവർക്ക്, അക്കൗണ്ട്സിനെ കുറിച്ചിട്ടുള്ള ബേസും കാര്യങ്ങളൊന്നുമില്ല. അത് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ രണ്ട് ഫീൽഡും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോവാണ്, ബാലൻസ് ചെയ്ത് പോവാണ്. അക്കൗണ്ട്സ് എടുക്കുന്നത് മെയിനായിട്ട് എന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ മീഡ് അച്ചീവ് ചെയ്യണമല്ലോ. നമ്മൾ മറന്നു പോയി കഴിഞ്ഞാല് അത് കുറച്ച് പാടാണ്. പിന്നെ അത് അപ്ഡേറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പൊ അതുകൊണ്ടാണ് ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഇപ്പൊ നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ വീടിനടുത്തുള്ള കുഞ്ഞു കുട്ടികളെ കുറച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, ട്യൂഷൻ എടുത്തു തുടങ്ങാം. പതുക്കെ അതൊന്ന് ചെറുതാക്കി കുറച്ച് കൂടുതൽ കുട്ടികളെ എടുക്കാനായിട്ട് പറ്റുമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മളൊന്നും ചെയ്യാതെ ഇരിക്കുന്നതിലും നല്ലതാണ് നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ അങ്ങനെയാണ്. കാരണം നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളുടെ അറിവ് കൂടാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ പേയ്മെന്റ്, ഞാൻ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും റീസണബിൾ ആയിട്ടുള്ള പേയ്മെന്റ് ഫീസും കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ കമ്പയർ ടു മറ്റ് സെന്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫീസ് വീട്ടിൽ നമുക്ക് വേറെ ചെലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞങ്ങളുടെ വീടിനടുത്ത് എന്ന് പറഞ്ഞാൽ കുറെ കുട്ടികളുണ്ട്. അവർക്കൊക്കെ എല്ലാവർക്കും എന്താ പറയാ, ഫീസ് തന്ന് പഠിക്കാനോ അല്ലെങ്കിൽ വലിയ സെന്റേഴ്സിൽ പോയി കുട്ടികളൊക്കെ വിടാനോ അങ്ങനെ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നമുള്ള ഫാമിലീസ് ഉണ്ട്. നമുക്ക് പേഴ്സണലി അറിയാവുന്നവരായിരിക്കും. സോ ഞാൻ അതനുസരിച്ച് ചില കുട്ടികളിൽ നിന്ന് ഫീസ് വാങ്ങിക്കില്ല, പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും എന്താണ് ഇല്ല. ഇപ്പൊ സാലറി പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ പൈസയുടെ ഭാഗമാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ട്യൂഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഫ്രീ ആയിട്ട് കുറച്ച് കുട്ടികൾക്ക് 2-3 പേരുണ്ട്. എല്ലാ വർഷവും അങ്ങനെ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഫ്രീ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ബെറ്റർ ആയിരിക്കും. പിന്നെ ഫീസും ഞാൻ ട്യൂഷൻ എടുക്കുന്നത് പണ്ടൊക്കെ ഫീസിന് വേണ്ടിയിട്ടായിരുന്നെങ്കിലും ഇപ്പോ നമ്മൾ ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നുകൊണ്ട് ട്യൂഷൻ ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ വർഷം വിചാരിച്ചു ഇനിയിപ്പോ ട്യൂഷൻ ഒരുപാട് സെന്റേഴ്സ് ഒക്കെ വന്നുകൊണ്ട് മിക്കവാറും ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഒത്തിരി ട്യൂഷൻ സെന്റേഴ്സ്, ഇപ്പൊ ന്യൂട്ടൺസ്, വിന്നേഴ്സ് പോലുള്ള സെന്റേഴ്സ് ഉണ്ടല്ലോ. നിങ്ങളുടെ അവിടേക്ക് ഉണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സെന്റേഴ്സ് ഒക്കെ വന്നു. ഞാൻ വിചാരിച്ചു ഓട്ടോമാറ്റിക്കലി ട്യൂഷൻ കുറേയിരിക്കും, നമുക്ക് നമ്മളുടെ ഫീൽഡിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വിചാരിച്ചു. ബട്ട് അത് കൂടാണ് ചെയ്യുന്നത്. അപ്പോ പാരന്റ്സ് വന്ന് നമ്മളുടെ അടുത്ത് ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ എടുത്ത് കുട്ടികളെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം, നമ്മൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് തന്നെ നോക്കണം. ഓക്കെ, ജോലിയായിട്ട് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഓണായിട്ട് തുടങ്ങാം. ഇപ്പൊ നമ്മളുടെ കുട്ടികൾ തന്നെ മോണ്ടിസോറി പഠിച്ചിറങ്ങിയ കുട്ടികൾ തന്നെ ടേക്ക് കെയർ സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടത് ഇല്ല മാം. ഇല്ല അല്ലെ? അയ്യോ സോറി. അത് ഞാൻ ക്ലാസ്സിൽ എപ്പോഴും എല്ലാവർക്കും മിക്ക ബാച്ചിലും പറയാറുണ്ട്. അപ്പൊ അവര് ഡേ കെയർ സെന്റർ പോലെ തന്നെ മോണ്ടിസോറി മെത്തഡ് ഫോളോ ചെയ്യുന്ന ഡേ കെയർ സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് മോണ്ടിസോറി മെത്തഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം നമുക്ക് ടീച്ചിങ് ഫീൽഡില്. അപ്പോ അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട്. നമുക്ക് ഡേ കെയർ സെന്റർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ മെത്തേഡ് തന്നെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ 2-3 കുട്ടികൾ ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെ സ്വന്തമായിട്ട് തുടങ്ങാം. പിന്നെ ഒരു കുട്ടി MT5 എന്നുള്ളൊരു കുട്ടിയാണ്. ഒരു കുട്ടി എന്താണ് ഓൺലൈൻ ട്യൂഷന്റെ ആപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ ട്യൂഷൻ ആപ്പ് തുടങ്ങിയിട്ടുണ്ട്. ബ്രില്യക്സ് അങ്ങനെ പറഞ്ഞിട്ട് അതും നല്ല രീതിയിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു ഓൺലൈനായിട്ട്. എന്നുവെച്ചാല് വളരെ എന്താ പറയാ, കുറെ കുട്ടികള്. ഈ കുട്ടിക്ക് ഞാൻ പറയാം, MT5 കുട്ടിയുടെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഈ കുട്ടിക്ക് നമ്മളുടെ കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ജോലി കിട്ടി. ഒരു നമ്മളെ പ്രീ സ്കൂളില് ജോലിയൊക്കെ കിട്ടി. ജോലിക്ക് പോവാനായിട്ട് നിൽക്കുകയാണ്. ആ ടൈമിലാണ് അപ്പൊ ആ കുട്ടിയുടെ കൂടെയുള്ള ഫ്രണ്ട്സുകൾ പറഞ്ഞു, എനിക്ക് ജോലി കിട്ടിയില്ലേ, ഞാൻ ബെറ്റർ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർക്ക് ആർക്കും ജോലി ആവുന്നില്ല, അല്ലെങ്കിൽ അവര് ഇന്റർവ്യൂവിൽ പോകുമ്പോ അത്രയും അങ്ങനെ എഫക്റ്റീവ് ആവണില്ല. അപ്പൊ ഈ കുട്ടിയുടെ മൈൻഡിൽ വന്നൊരു ഐഡിയ ആണ്, നമുക്ക് എന്തുകൊണ്ട് ഓൺലൈനായിട്ട് ഒരു ട്യൂഷൻ ആപ്പ് തുടങ്ങി എന്നാലോചിച്ചു. അപ്പൊ അങ്ങനെ ആലോചിച്ച് ട്യൂഷൻ തുടങ്ങി. ട്യൂഷന്റെ ഒരു എന്താ പറയാ ഓൺലൈൻ ആപ്പ് തുടങ്ങി. ഇപ്പൊ 1 ഇയർ കഴിഞ്ഞു, 1.5 ഇയർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താണ് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് പോവാണ്. നമ്മളുടെ മോണ്ടിസോറിയുടെ പേജ് ഇല്ലേ, ഇൻസ്റ്റയിലെ പേജ് ഫോളോ ചെയ്യുന്നുണ്ട് കുട്ടികള്?
ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇൻസ്റ്റയിലെ പേജില് ഈ ഇടയ്ക്ക് ഒരു റീല് വന്നിട്ടുണ്ടായിരുന്നു. ഉം. കണ്ടിരുന്നോ അത്? ഏത് റീലാ മാം? ഒരു അരുണോ അങ്ങനെ എന്തോ പേരിലുള്ള അതാണോ? രാഹുല് രാഹുല്. അതെ. വൈഫിന്റെ കാര്യം. ഓക്കെ, വൈഫും കൂടി ഉള്ളത്, ഹസ്ബൻഡ് വൈഫും കൂടി ചെയ്തൊരു റീല് നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. കണ്ടു മാം. റീല് കാണണ്ട, ഉദ്ദേശിച്ചത് അതിൽ കമന്റ് വന്നിട്ടുണ്ട്. കമന്റില് ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ പെട്ടെന്ന് ആ കുട്ടിയുടെ കാര്യം പറയാൻ കാരണം ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ MP5 ആണ്, അവർ എഴുതിയ എക്സാമിന്റെ ആണ്. അപ്പൊ ഇന്ന് 20-25 സ്റ്റാഫോളം ഉണ്ട് ആ കുട്ടിക്ക്. ആ ഒരു സ്ഥാപനത്തില് 25ഓളം സ്റ്റാഫുകൾ നമ്മളുടെ മോണ്ടിസോറിയിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾ, പിന്നീടുള്ള ബാച്ചുകളിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾ, MP5 കഴിഞ്ഞിട്ട് ഒത്തിരി ബാച്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. ആ ബാച്ചസിലുള്ള കുട്ടികളെയും കൂടി ആഡ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ആ ഒരു ആപ്പ്, ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒരു ആപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോ മാം എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും ട്യൂഷനാണോ അതോ കുഞ്ഞു കുട്ടികൾക്ക് മാത്രമുള്ള ട്യൂഷനാണോ? എല്ലാ ഏജ് കാറ്റഗറിയിലും എടുക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ മോൻ ഹിന്ദിയാന്ന് വിചാരിക്കുക, BA ഹിന്ദിയാന്ന് വിചാരിക്കുക. അപ്പൊ മോന് കിട്ടുന്ന കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദി സബ്ജക്റ്റ് ആയിരിക്കും. ഹിന്ദി സ്പെഷ്യൽ ട്യൂഷൻസ് ഒക്കെ വരില്ലേ, അങ്ങനെയുള്ള കുട്ടികളായിരിക്കും. അപ്പൊ ഓരോരുത്തരും സബ്ജക്ട് ഉണ്ടാവില്ല. ഡിഗ്രിക്ക് അവർക്ക് ഏതെടുത്തിരിക്കുന്നത്, സയൻസ് ഏത് ഗ്രൂപ്പാണ് നോക്കിയിട്ടൊക്കെയാണ് ഒരു ട്യൂഷൻ ആപ്പുകളും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് അതിന്റെ തോന്നുന്നു. ഇപ്പൊ കുറച്ച് മെസ്സേജ് അയക്കാറുണ്ട് ആളായിട്ട്, റിഷാന എന്നാണ് പേര്. അപ്പോ മെസ്സേജ് ആൾ അയക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കോണ്ടാക്ട് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചാറ്റ് ഒന്നും ചെയ്യാൻ പറ്റാറില്ല. ഞാൻ ജസ്റ്റ് എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അപ്പോ വെറുതെ ആരും വീട്ടിലിരിക്കരുത്. ഓക്കെ അല്ലേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വീട്ടിലിരിക്കാനായിട്ട് ആരും ഉദ്ദേശിക്കരുത്. ജോലിക്ക് വേണ്ടി തന്നെ എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകണം. നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ മുമ്പിൽ വരും. നമ്മളൊരു ജോലിക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരുപാട് തടസ്സങ്ങൾ വരും. അതെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നല്ല പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് വലിയൊരു എമൗണ്ട് സമ്പാദ്യം വേണം, അല്ലെങ്കിൽ വലിയ എമൗണ്ട് സാലറി വേണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് സാധിക്കണം. കുറച്ച് എമൗണ്ട് ആണെങ്കിൽ പോലും നമ്മൾക്കൊരു ഒരു ഇൻഡിവിജ്വൽ സേവിങ്സ് അല്ലെങ്കിൽ വരുമാനം, ഇൻകം വേണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് ചോദിച്ച് മിസ്സിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവോ മിസ്സിന്? എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്ലൈ തരും. പിന്നെ റിപ്ലൈ തരാൻ കുറച്ച് വൈകി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. കാരണം ഞാൻ ഈ മൊബൈൽ ഫോണായിട്ട് അധികം വലിയ കോണ്ടാക്ട് ഉള്ള ഒരാളല്ല. അപ്പോ വാട്സപ്പ് എന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. ബാക്കി സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ അധികം ആക്റ്റീവ് അല്ല. ഇൻസ്റ്റയിലായാലും FBയിലായാലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാല് ഞാൻ ചിലപ്പോ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. വാട്സപ്പിൽ പിന്നെ ഇൻസ്റ്റയിലും മാമിന്റെ അക്കൗണ്ട് തപ്പി നോക്കി, പക്ഷെ കിട്ടിയില്ല. അപർണ ദേവദാസ് ആണോ മാം? അപർണ ദേവദാസ് ആണ്. ആണല്ലേ. ഞാനിപ്പോ മാമിന്റെ പ്രൊഫൈൽ പിക്ചർ അല്ല, അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചില്ല. ഒരു അപർണ കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ്, പിന്നെ ഒരു ദേവദാസ് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ്, അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിക്കോ. മിസ്സേ, എറണാകുളം ജില്ലയിൽ മോണ്ടിസോറി സ്കൂളുകൾ എവിടെയൊക്കെയാണ് ഉള്ളത്? മോൻ എറണാകുളത്താണോ, പറൂരാണോ? പറൂര്. നോർത്ത് പറൂരാണെങ്കിൽ മന്നത്ത് ഇസ്ലാമിക് സ്കൂള് മോണ്ടിസോറി സ്കൂളാണ്. ഇപ്പൊ അവിടെ മോണ്ടിസോറി TTC കഴിഞ്ഞവർക്ക് വേക്കൻസി വന്നിട്ടുണ്ട് പ്രീ സ്കൂൾ ടീച്ചേഴ്സിന്റെ. മിസ്സേ, ഇസ്ലാമിക് സ്കൂൾ എന്ന് പറയുമ്പോ അവിടെ മുസ്ലിങ്ങളല്ലേ എടുക്കുള്ളൂ, മുസ്ലിംസിനല്ലേ എടുക്കുള്ളൂ? പിന്നെ നമ്മുടെ മോണ്ടിസോറി ആയതുകൊണ്ട് മേ ബി അല്ല, മന്നത്ത് ഇസ്ലാമിക് സ്കൂളിൽ ഹിന്ദു ഉണ്ട്. കാരണം എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പരിചയമുള്ള ടീച്ചേഴ്സ് കുറച്ച് പേരുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന ടീച്ചേഴ്സിൽ ഒരാളിപ്പോ അവിടെയാണ്. ആ മിസ് മുസ്ലിമാണ്. ആ കുട്ടിക്ക് അവിടെയാണ് ഇപ്പൊ കിട്ടിക്കുന്നത്. അത് മാത്സ് ടീച്ചറാണ്. MSc മാത്സ് ആണ് പുള്ളിക്കാരത്തി. മാത്സ് ടീച്ചറായിട്ടാണ്. 8th or 7th ആണ് ക്ലാസ്. പിന്നെ പ്ലീസ് ഞാൻ പറയാം, മോണ്ടിസോറി പഠിച്ച എന്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. ഹിന്ദു തന്നെയാണ്. അവരത് നോക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം മോണ്ടിസോറി ടീച്ചേഴ്സിനെ കിട്ടാന്നുള്ളത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ അവിടെ നോക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ട്രെയിനിങ് പോലെ ഒന്ന് ചോദിച്ചു നോക്കുക. ഞാൻ ഇന്നലെ കണ്ടതാണ്. ചില റീല് ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. ആള്
ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന്. ആ ആ അത് കഴിഞ്ഞിട്ടാടാ. ഓക്കെ മാം. ഇസ്ലാമിക് UP സ്കൂള് മന്ന അവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട് എവിടെയാണ്? നോർത്ത് പറവൂര് വാണിയക്കാട് എന്ന് പറയും. അവിടെ തന്നെ അല്ലേ? അടുത്തല്ലേ അത്? അവിടെ അടുത്താണ്, ഇവിടെ അടുത്താണ്. നമ്മളാണ് 21-ാം തീയതിക്കുള്ളിൽ റെസ്യൂമ് സെൻഡ് ചെയ്യണം. ജസ്റ്റ് അതെ. ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്ക് കേട്ടോ. ആ പറഞ്ഞു. മെസ്സേജ് കാണാൻ പറ്റുമോ മോനെ? ആ മെസ്സേജ് ഇട്ടോ, ഞാൻ നോക്കിക്കോളാം. 9567634315. We are hiring open position preschool teachers, qualification PP, TTC, Montessori TTC, NTTC, other relevant qualification, minimum 1 year experience ചോദിക്കുന്നുണ്ട്. ഡിഗ്രി ഉണ്ടോ മോന്? ഡിഗ്രി മറ്റേ ഹിന്ദി, ഇംഗ്ലീഷ് കിട്ടിയിട്ടില്ല. ഇംഗ്ലീഷില്ല, ഹിന്ദി ആയിരുന്നു, BA ഹിന്ദി ആയിരുന്നു. ഒന്നുമില്ല കേട്ടോ. എനി ഡിഗ്രി വിൽ ബി പ്രിഫേർഡ്. ഓക്കെ, നോക്കാട്ടോ. പിന്നില്ല Interested candidates, please send your resume before 21/8/2006. 21-ാം തീയതി വരെയാണ് ഒരു നാളെ. ഒന്ന് നോക്ക്, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇനി അവരൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്താലും ഓക്കെയാണ്. മോന്റെ നമ്പർ ഉണ്ടോ മോന്റെ? ഞാൻ ആ ഒരു ഇത് ഫോട്ടോ എടുത്ത് അയച്ചു തരാം മോനെ. എന്റെ നമ്പർ ഉണ്ടോ മോന്റെ? ഇല്ല നമ്പർ ഞാൻ മേടിച്ചോളാം, ഗ്രൂപ്പിൽ നിന്ന് മേടിച്ചോളാം, കുട്ടികളോട് ഗ്രൂപ്പിൽ നിന്ന് എടുത്തോളാം. ജസ്റ്റ് അവിടെ അടുത്തായതുകൊണ്ട് ചിലപ്പോൾ അവർ പ്രിഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ. പിന്നെ മിസ് മറ്റേ കാറ്റഗറി 4 ഹിന്ദി കാറ്റഗറി 4 പാസ്സായിട്ടുണ്ട്. അപ്പൊ അതും വെരിഫിക്കേഷൻ 2 മാസത്തിനുള്ളില്. അപ്പൊ അതുകൊണ്ട് ഇത് പോകുമോ അതിന് കയറുമോ എന്നുള്ള ഒരു സംശയത്തിൽ നിൽക്കുവാണ്, എങ്ങനെയാണെന്ന്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തോണ്ടേ ഇരിക്കാം. ഏതാ കിട്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോ മോണ്ടിസോറി ആയിരിക്കും, ചിലപ്പോ ഹിന്ദിയിലേക്ക് തന്നെ ഇരിക്കും. പിന്നെ ഓരോ ഏരിയയില്, ഓരോ ജില്ലകളിലെ ഓരോ ഏരിയയിൽ എവിടെയൊക്കെ മോണ്ടിസോറി ഉണ്ടെന്ന് പറഞ്ഞാലേ മറ്റുള്ള കുട്ടികൾക്ക് ഉപകരിക്കുമല്ലോ സ്കൂളുകളെ. ജസ്റ്റ് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണായിരിക്കും നല്ലത്. കാരണം നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ. എനിക്ക് പേഴ്സണലി എന്റെ ഫ്രണ്ട് അവിടെ പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്കറിയാം ആ സ്കൂള്. പിന്നെ പാലിയത്ത് ഉണ്ട്, ഒരു ബഡ് സ്കൂളാണ്, പക്ഷെ മോണ്ടിസോറി മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത്. അതെ അല്ലേ? താങ്ക് യു. ഓക്കെ. അതേപോലെ AMI അതെ കോഴ്സ് നമ്മളുടെ ഇത് അതുപോലെയാണോ? നമ്മൾ AMI ആണ്. AMI. അപ്പൊ നമ്മളിപ്പം എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുമ്പോ ഇങ്ങനെ AMI കോഴ്സ് അങ്ങനെ പറഞ്ഞിട്ടാണ്. മോണ്ടിസോറി TTC ബ്രാക്കറ്റില് AMI കൊടുക്കണം. ഓക്കെ. MMI ഉണ്ട്, മോഡേൺ മോണ്ടിസോറി അല്ലേ? അതല്ല കേട്ടോ, ഓൾറെഡി AMI ആണ്. അതായത് അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ. അവർ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സും അവർ പറയുന്ന മെറ്റീരിയൽസ്, നമ്മുടെ മെറ്റീരിയൽസ് ആയാലും ഒക്കെ ഏതാണ് അവർ അത് ഫോളോ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് AMI എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മാറ്റം വന്നിട്ടുണ്ട്, കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ്, മാറ്റങ്ങളുണ്ട്. കുറച്ചും കൂടി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജിഷ മിസ്സിനോട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോ നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് അവരിങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജിഷ മിസ്സിനോടായിട്ടും കൂടി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ടൈം കിഡ്സിന്റെ പ്രീ സ്കൂൾസ് ഉണ്ടല്ലോ മാം, എറണാകുളത്ത് കുറെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഓരോന്ന്. അത് ഏകദേശം മോണ്ടിസോറി ടൈപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ മോളൊക്കെ അങ്ങനെയാ പഠിച്ചത്. അവിടെ നമ്മളുടെ സാൻഡ് പേപ്പർ ഇല്ലേ, നമ്മള് അക്ഷരമാല മലയാളം അത് യൂസ് ചെയ്യുന്നുണ്ട്. അക്ഷരമാല അത് സാൻഡ് പേപ്പറിലുള്ളതുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മകൾ അങ്ങനെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ വരാപ്പുഴയാണ്. അത് കഴിഞ്ഞപ്പോ അവിടുത്തെ മാഡം സ്വന്തമായിട്ട് അത് ആ ഫ്രാഞ്ചൈസി മാറ്റി ആ മാഡം ഇതൊക്കെ പഠിച്ചു. അപ്പൊ ഹാപ്പി ഫീറ്റ് പള്ളിക്കൂടം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുത്തൻപള്ളി, വരാപ്പുഴ പുത്തൻപള്ളി തന്നെ ആ മാഡം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ മറ്റേ സാൻഡ് പിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്.
മാമിനെ അറിയുമെങ്കിൽ ഒന്ന് പേഴ്സണലി ഒന്ന് ചോദിച്ചു നോക്കി. ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, വേക്കൻസി എന്തെങ്കിലും ഉണ്ടോന്ന്. അവിടുത്തെ ഒരു മിസ്സിന്റെ നമ്പർ ഉണ്ട്. അപ്പൊ ഞാനിത് എക്സാം കൂടി ഇങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ചോദിക്കാം മാം, നമ്മൾ എത്രയും പെട്ടെന്ന് ചോദിച്ചാൽ അത്രയും നല്ലതല്ലേ? അല്ലെ, അതാണ്. പിന്നെ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, കാരണം നൈറ്റ് ആണ് എക്സാം വരുന്നത്. കാരണം നമ്മൾ 15 ആയാലും 16 ബാച്ചുകൾ, ലാസ്റ്റ് കഴിഞ്ഞ ബാച്ചുകളാണെങ്കിൽ കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ട് തന്നെയാണ് ഈ എക്സാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തത്. ഇത് നമുക്ക് മാമിന്റെ ലാസ്റ്റ് ക്ലാസ് ആണോ? അതെ. അയ്യോ, മാമിന് എന്താ നമ്മളെ ബാച്ചിനെ പറ്റി പറയാനുള്ളത്? ചില ബാച്ച് ഓക്കെ, ഈ ബാച്ചിനെ കുറിച്ചിട്ട് അല്ലെ. ഓക്കെ, ചില ബാച്ചുകൾ നമ്മുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. അത് ഫസ്റ്റ് ഓഫ് ഓൾ വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ബാച്ചിൽ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അത്യാവശ്യം മെച്ചുവേർഡ് ആണ്. കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് അല്ലെ. എല്ലാവരും അത്യാവശ്യം മെച്ചുവേർഡ് ആയിട്ട് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബാച്ച്. ഞങ്ങൾ പരസ്പരം ടീച്ചേഴ്സ് തമ്മിൽ തന്നെ സംസാരിക്കാറുണ്ട്. കുറച്ച് നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള കുട്ടികളാണ്, കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബാച്ചാണ് എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടില്ലേ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മറ്റ് ബാച്ചുകളെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയാ, ഇപ്പോ ജസ്റ്റ് ഒരു കമ്പാരിസൺ ഉണ്ട്. കമ്പയർ ചെയ്യാൻ പാടില്ല ശരിക്കും, എന്നാലും 18 കമ്പയർ ചെയ്യുമ്പോൾ 19 കുറച്ചും കൂടി മെച്ചുവേർഡ് ആണെന്ന് പറയാറുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയായാലും കുറച്ച് എല്ലാം അത്യാവശ്യം നല്ലൊരു സീരിയസ്നെസ്സിനോടുകൂടി ആണ് അപ്രോച്ച് ചെയ്യുന്നത്. നമുക്ക് 3 ബാച്ചായിട്ട് കമ്പൈൻ ക്ലാസ് ഉണ്ട് ജിഷ മിസ്സിന്റെ. അപ്പൊ ജിഷ മിസ് ഇങ്ങനെ വേറെ ക്ലാസ് ഒക്കെ വെക്കുന്ന പറയുമ്പോൾ വേറെ ബാച്ച് 18-ഉം 20 ഞങ്ങളുടെ കൂടെ. അപ്പൊ ആ 20 അല്ല 80 ബാച്ചാന്ന് തോന്നുന്നു. ഓരോരുത്തരും ഓരോ എക്സ്ക്യൂസ്, ഇന്ന ടൈമിൽ വെക്കണ്ട മാം, ഈ ടൈമിൽ വെക്കാം. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു ഡേ ചിലപ്പോ 4 ക്ലാസ് കാണുമായിരിക്കും, എന്നാലും ഞങ്ങളൊന്നും മിണ്ടത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ ഗ്രൂപ്പിൽ അത് പറഞ്ഞു. അതാണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി ആണ്. M18 അത്രയും ആ ഒരു മോണ്ടിസോറി മെത്തേഡിലേക്ക് എന്താ പറയാ കറക്റ്റ് ആയിട്ട് വന്നില്ല എന്നല്ല, അത് ഓക്കെയാണ്. പക്ഷെ എന്നാലും ഇത്തിരി മെച്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ട്, കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ അത്യാവശ്യം കുറച്ച് മെച്യൂരിറ്റി ഉണ്ട്. ഇപ്പൊ കമ്പയർ ടു 20 and 18 രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നിങ്ങൾ മെച്യൂർഡ് ആയിട്ടുള്ള ബാച്ചാണ്. ഇപ്പോൾ ഒരു ബാച്ച് മുമ്പ് വന്നത് 9 ആണ്, MP9 എന്ന് പറഞ്ഞ ബാച്ച് നിങ്ങളെ പോലെയായിരുന്നു. പക്ഷെ മെച്യൂർഡ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. അതായത് നമ്മള് കുട്ടികളുടെ പെരുമാറ്റത്തിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്. ആ ഒരു പെരുമാറ്റത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. MP9 അത്യാവശ്യം മെച്ചുവേർഡ്. MP8 എന്ന് പറയുന്നത് എന്താ പറയാ, MP8 നമ്മളൊരു ബാച്ച് ഉണ്ടായിരുന്നു നമ്മളുടെ സ്മാർട്ട് സ്ട്രീമില്. അത് എല്ലാവർക്കും അവരങ്ങനെ ഒരു ബാച്ച് ഉണ്ടെന്നുള്ളത് എന്താ പറയാ വെൽ നോൺ ആയിരുന്നു. MP8 എന്ന് പറയുന്ന ബാച്ച് ഭയങ്കര എല്ലാവരും ഭയങ്കര വൈബായിരുന്നു. ഒരു 25 മുതൽ ഒരു 35 വരെയുള്ള ഏജുകളുള്ള കുട്ടികൾ മാത്രമായിരുന്നു MP8 ഉണ്ടായിരുന്നത്. ആ ഒരു ഭയങ്കര യങ്ങായിട്ടുള്ളവരായിരുന്നു. നമ്മള് ജെൻസി പിള്ളേരെന്നൊക്കെ പറയില്ല, അതേപോലത്തെ പിള്ളേർ. എല്ലാ കാര്യം ഭയങ്കര യങ്ങായിട്ട് ഭയങ്കര ഒരു സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികളാണ്. പക്ഷെ മെച്യൂരിറ്റി നല്ലവര്, കുറച്ച് എന്താ പറയാ നല്ലൊരു സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളായിരുന്നു അവര്. മെച്യൂർഡ് കുട്ടികളല്ലേ കുട്ടികളെന്ന് അങ്ങനെ പറയാനില്ല, കാരണം കുട്ടികളെയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. എന്നാലും ഓക്കെ ആയിരുന്നു, നല്ലൊരു ബാച്ചായിരുന്നു അത്. അതിപ്പോ മുമ്പ് ഞാൻ എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MP5 ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ബാച്ചിന്റെ ഒരു യൂണിറ്റി തന്നെ, ആ ഒരു കുട്ടികളെല്ലാവരും കൂടി ഒരു ഓൺലൈൻ ആപ്പ് തുടങ്ങിയത്. എല്ലാ ബാച്ചുകളും സ്പെഷ്യലാണ് കേട്ടോ, ഞാനിതിൽ പറയാതെ പോയിട്ടുണ്ട്. അത്യാവശ്യം സൈലന്റ് ആയിട്ടുള്ള ബാച്ചായിരുന്നു MP6, 7. പാവ കുട്ടികളായിരുന്നു, ഭയങ്കര പാവം കുട്ടികളായിരുന്നു. 8 ഞാൻ പറഞ്ഞു ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. 9 മെച്ചുവേർഡ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. നിങ്ങളെ പോലെ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കുറച്ച് സീരിയസ്നെസ്സോട് കൂടി മെച്ചുവേർഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികളായിരുന്നു. 10, 11 ഒക്കെ ആയിരുന്നു, മെച്ചുവേർഡ് ഒരു പാവം കുട്ടികളായിരുന്നു. 12 ഉണ്ടായിരുന്നു. 12 അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. 13 എന്താ പറയാ ഇതേപോലെ മെച്ചുവേർഡ് ആയിട്ട് കുറച്ച് നമ്മള് എന്താ പറയാ കുറച്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ളവർ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫീൽ ചെയ്യും. ഇപ്പൊ നമ്മൾ എന്നെക്കാളൊക്കെ നല്ല ഏജ്ഡ് ആയിട്ടുള്ളവരെ പഠിപ്പിക്കുമ്പോൾ വെച്ചാൽ അവരുടെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൂടി നമുക്കത് ലേൺ ചെയ്യാനായിട്ട് സാധിച്ചു. ഓരോ ബാച്ച് കഴിയുമ്പോഴും ഓരോ ബാച്ചിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വലി ഞങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്. നല്ല നമ്മൾ പഠിപ്പിച്ച എല്ലാ ബാച്ചുകളും നല്ല ബാച്ചുകളായിരുന്നു. ലാസ്റ്റ് കഴിഞ്ഞ 15, 16 ഒക്കെ നല്ല കുട്ടികളായിരുന്നു. 17 അവര് ഭയങ്കര പാവം കുട്ടികളായിരുന്നു. 17 പിള്ളേര് ഭയങ്കര പാവ. ഞാൻ പറഞ്ഞ എല്ലാ ബാച്ചിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്.
നിങ്ങളെ ബാച്ചിനെ കുറിച്ച് ഓർമ്മയിൽ വരുമ്പോൾ നിങ്ങൾ നല്ല മെച്ചുവേർഡ് ആണ്, കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരാണ്, അങ്ങനെ ഒരു ഫീലാണ്. MT8 പോലെ തന്നെയാണ് MT18ന്റെ ബാച്ച്. അത് MT8 എന്ന് പറയുന്ന ബാച്ചിന് പകരം വന്ന കുട്ടികളെ 18 സെയിം ആ ഒരു വൈബും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയൊക്കെ എല്ലാവരും ഓക്കെ. ഇനിയിപ്പോ എന്താണ് നമ്മുടെ എന്ന് പറയുന്നത്? ലക്ഷ്യം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, എക്സാം എഴുതുക, ജോലി വാങ്ങിക്കുക അല്ലെ? ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. മേ ബി ഞങ്ങളോട് നേരിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു മെസ്സേജ് ആരോട് അയച്ചു കൊടുക്കുക, സാറിനോടോ ജയദേവ് സാറിനോട് പറയുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും. കുറെ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ മെസ്സേജ് ഒക്കെ വരുന്നത്. അപ്പോ ഒരു ബാച്ചിലാണ്, അപ്പോ നമ്മൾ പഠിച്ച കുട്ടികളാണ്, ജോലി കിട്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി മെസ്സേജ് വരാറുണ്ട്. ഭയങ്കര സന്തോഷമാണ് അത്. ഓക്കെ, ദെൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മളൊരു കോഴ്സ് എന്ത് ചെയ്തു കംപ്ലീറ്റ് ചെയ്യാണ്, അതിന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ? പറഞ്ഞിട്ടുണ്ടോ നിങ്ങള്? മാം, എന്നെ സംബന്ധിച്ച് ഒരു ടീച്ചിങ് കോഴ്സ് ഇത്രയും എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഈസി ആയിട്ടും കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി തന്നെ സ്മാർട്ട് ട്രീയിലെ ടീച്ചേഴ്സിന്റെയും ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തതിന്റെ ഭയങ്കര ഒരു സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾക്കും. ഇപ്പം ലാസ്റ്റ് വന്നപ്പോ നമുക്ക് വൈവായും പോർഷൻ്റെതൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നെങ്കിൽ, പക്ഷെ ഇപ്പൊ കുറെയൊക്കെ വൈവ കഴിഞ്ഞപ്പോ റിലാക്സ്ഡ് ആയി. ഇനി എക്സാമിലേക്ക് നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ അതായിരുന്നു ആ ഒരു സിസ്റ്റമാറ്റിക്. നമുക്ക് ആ സമയത്ത് ഒരു ഹർബറി തന്നെയാണ്, ഹർബറിയിലാണ് എല്ലാം ചെയ്തു പോയത്. അതില് എല്ലാം ചെയ്തു പോവാൻ ചെയ്തു. ഇപ്പൊ കുറച്ച് മൈൻഡ് റിലാക്സ് ആയി, ഇനി എക്സാമിനെ കുറിച്ചൊന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ആക്കിയതാണ്. അതാണ് ആ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു നല്ലൊരു പ്ലാനിങ്ങോട് കൂടിയാണ് ഇതുവരെ പോയിട്ടുള്ളത്. എനിക്ക് എന്നെ സംബന്ധിച്ച് ഈ ഒരു മിനിറ്റ് ഈ ഒരു കോഴ്സ് ഒരു ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. അത് കാരണം ഒരുപാട് ചാലഞ്ചസ് ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുമ്പോൾ ആ ചാലഞ്ചസ് ഒക്കെ നമ്മൾ ഭയങ്കര ഒരു സുഖമായിട്ട് നമ്മൾ എടുക്കും. ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആക്കിയാലും അതിനകത്തൊരു സുഖമുണ്ട്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്കിത് പോസിബിൾ ആവും എന്നുള്ളത്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാര്യം തുടക്കം മുതൽ നമ്മള് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നു, കേൾക്കുന്നു, അങ്ങനെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് ഉണ്ടാക്കി തുടങ്ങി ശരിക്കും അതിനകത്ത് ഇൻവോൾവ് ആയി. മോണ്ടിസോറി കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയി. നമ്മൾ വെറുതെ ഇരുന്നാൽ പറ്റില്ല, കുറച്ച് നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടി. ചിലവർക്ക് ഉറങ്ങിക്കിടന്ന ക്രിയേറ്റിവിറ്റി ഡബിൾ ആയിട്ട് ഭയങ്കര ഫോഴ്സിൽ കൂടി. ചിലവർക്ക് ടീച്ചിങ് എനിക്ക് പോസിബിൾ ആവുമോ എന്ന് വിചാരിച്ചവർക്ക് ടീച്ചിങ് സൂപ്പർ ആയിട്ട് പ്രസന്റേഷൻസിൽ അത് അടിപൊളിയായിട്ട് ഒത്തിരി ക്രിയേറ്റിവിറ്റി എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റി. അണ്ണാൻ കുഞ്ഞിനും തന്നാലാവുന്നെന്ന് പറഞ്ഞ പോലെ ചിലർ വന്നെങ്കിലും, പക്ഷെ അതിനേലും സൂപ്പർ ആയിട്ടുള്ള ആൾക്കും അത്. പിന്നെ ഞാനൊരു കാര്യം എപ്പോഴും ഓർക്കുന്നുണ്ട്, തുടക്കത്തിൽ പറഞ്ഞു നിങ്ങൾ ശരിക്കും മാറും കേട്ടോ എന്ന് എല്ലാ ടീച്ചേഴ്സും പറഞ്ഞു. ഞാൻ വിചാരിച്ചു എങ്ങനെയാ മാറുക, നമ്മൾ മാറുക, നമ്മുടെ ചിന്താഗതി എങ്ങനെയാ മാറുക, കുഞ്ഞുങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ മാറുക, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ മാറുക എന്നിട്ട് ഞാൻ ഒത്തിരി വണ്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിയാണ്, നമ്മൾ അറിയാതെ മാറി. കുഞ്ഞുങ്ങളെ സമീപിക്കുന്ന രീതി മാറി, അവരെ പഠിപ്പിക്കുന്ന രീതി മാറി. ഇപ്പൊ ഒരു ടോയ് എടുത്തറിയുമ്പോ എന്തിനാണ് അറിയാതെ എറിഞ്ഞതെന്ന് ചോദിക്കണേന് മുന്നേ അവൻ എന്തിനായിരിക്കും അത് എറിഞ്ഞിട്ടുണ്ടാവുക. അത് ഞാൻ പറഞ്ഞ പോലെ എന്തിനാ ചെയ്തുള്ളത് നമ്മൾ ആ ഒരു ടോൺ മാറ്റി, ഇതാണോ, ഇത് എറിഞ്ഞ ഇങ്ങനെ വരും സൗണ്ട് അല്ലെ, അതിനെന്ത് മനസ്സിലപ്പോ ആ കുഞ്ഞിന്റെ റെസ്പോൺസ് തന്നെ മാറി എന്നുള്ളതാണ്. സോ അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു മാം. എനിക്ക് ഇനി ഫ്യൂച്ചർ എന്താവും എന്ന് എനിക്കറിയില്ല, ജോലിക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പില് ട്യൂഷൻ എടുക്കുന്നവരുണ്ട്. ഞാൻ ഈ എല്ലാ സ്റ്റേജസിൽ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട് ജോലിക്ക്. ഇപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുമ്പോ ഇനി എനിക്കത് പോസിബിൾ ആവുമോ എന്നുള്ള മാത്രം ഒരു ക്വസ്റ്റ്യൻ മാർക്കേ ഉള്ളൂ. അത് പറ്റുമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ വിട്ട് കഴിയുമ്പോൾ പോകാൻ പറ്റും, തിരികെ കയറാൻ പറ്റും. പക്ഷെ എങ്ങനെയുള്ളൊരു ഇതായിരിക്കും എന്നറിയില്ല. പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു ആത്മവിശ്വാസം ഉണ്ട്. ഇപ്പൊ എല്ലാത്തിനും ഒരു ഹോപ്പ് ഉണ്ട്. നമ്മള് നത്തിങ് ഇസ് ഇമ്പോസിബിൾ, എവറിത്തിങ് ഇസ് പോസിബിൾ എന്ന് വീണ്ടും വീണ്ടും നമുക്ക് ഈ കോഴ്സിലൂടെ സാധ്യമായിരുന്നു. കൂടുതൽ പറയുമ്പോൾ കുറെ ഇമോഷണൽ, എന്നാലും
ഒത്തിരി ഹാപ്പിനെസ് ഉണ്ട്. എനിക്കിത് എന്തായാലും പാസ്സായി പോരും. എക്സാം എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പിന്നെ പാസ്സാവുന്നത് മാത്രമേ ഉള്ളൂ. എക്സാം ഇപ്പൊ നിങ്ങൾ ഏകദേശം മോണ്ടിസോറിയിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവരും. അപ്പോ ഇനി എക്സാം എഴുതുക, അതിന്റെ മാർക്കൊന്നും വലിയ ഇമ്പോർട്ടന്റ് ഒന്നല്ല കേട്ടോ. മാർക്ക് ഒന്നും നോക്കണ്ട. കാരണം എനിക്ക് നിങ്ങളുടെ ബാച്ചിനോട് പ്രത്യേകത ഇതുണ്ട്. ആരും മാർക്ക് റിലേറ്റഡ് ആയിട്ടല്ല പഠിക്കുന്നത്, എൻജോയ് ചെയ്ത് പഠിക്കുകയാണ് ഫീല്. അത് നമുക്ക് ഒരു ബാച്ച് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ തോന്നും ആ കുട്ടികൾ ഇങ്ങനെയാണ്. അവര് അങ്ങനെയുള്ള ഒരു ബാച്ച് അല്ല, മാർക്ക് ഓറിയന്റഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ബാച്ച് അല്ല. അവര് അത് എൻജോയ് ചെയ്ത് ചെയ്യാണ്. ഓരോ കാര്യം നമ്മളത് ചെയ്യുമ്പോൾ, നിങ്ങൾ ഓരോന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അത്രയും എൻജോയ് ചെയ്ത് ചെയ്യുന്നു, അതൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അതാണ് മാം, അതാ. അത് ഈ ബാച്ചിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും അതിന് അവകാശപ്പെട്ടതാണ് ആ ഒരു സ്പെഷ്യാലിറ്റി. ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളെങ്ങനെ മെനഞ്ഞെടുത്തു, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അത്ഭുതം. എവിടെ സ്റ്റോപ്പ് ആവരുത്. ഇപ്പൊ എങ്ങനെയാണോ അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തിരുന്നു പണ്ട്, ഇങ്ങനെ ടീച്ചർമാരുണ്ടായിരുന്നു ഞങ്ങളെ ഓൺലൈനായിട്ട് ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്ന, കുറച്ച് പോർഷൻസ് ഒക്കെ പറഞ്ഞു തന്നിരുന്ന, അല്ലെങ്കിൽ പാട്ടൊക്കെ പഠിപ്പിച്ചിരുന്ന ടീച്ചർ ഉണ്ടായിരുന്നു എന്നൊക്കെ ഓർക്കണം കേട്ടോ. മാക്സിമം നമ്മൾ TTC എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, ഓഫ്ലൈൻ ആണ് കൂടുതൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഓൺലൈനിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും മിസ്. കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ആലോചിച്ചുള്ളൂ, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഇത്രയധികം മാറ്റിയെടുക്കാൻ പറ്റുന്ന തെളിയിച്ച ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ് സ്മാർട്ട് ശ്രീ എന്ന് പറയുന്നത്. അവിടുത്തെ ടീച്ചേഴ്സ്, ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒരു ഓൺലൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ പലർക്കും പല ധാരണകളാണ്. ഓൺലൈൻ ആയിട്ടാണോ പഠിക്കുന്നത്, ഇത്രയൊക്കെ പറ്റുമോ, എന്നോട് ചോദിച്ചവരുണ്ട് കേട്ടോ. നിങ്ങളുടെ ഡൗട്ടൊക്കെ എങ്ങനെ ക്ലിയർ ചെയ്യും, നിങ്ങൾ എങ്ങനെയാണ് ഇതിങ്ങനെ പഠിക്കുക, പിന്നെ ടീച്ചിങ് കോഴ്സ് അല്ലേ, അതെങ്ങനെയാണ് ഓൺലൈനായിട്ട് ചെയ്യണേ എന്നുള്ളത്. പക്ഷെ ഇത്രയധികം നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഇങ്ങനെ ഈ ഒരു കോഴ്സിന് സാധിച്ചു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതില് ഒരു ടീച്ചറും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സ്മാർട്ട് ശ്രീയിലെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തന്നത്. ശരിക്കും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ അങ്ങനെ ഒരാളുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ മിസ്സിന്റെ ഒക്കെ പല മാനറിസും അതുപോലെ സൗണ്ട്സ് ഒക്കെ ഞാൻ എന്റെ പിള്ളേരുടെ അടുത്ത്, ട്യൂഷൻ എടുക്കുന്ന കുട്ടികളുടെ അടുത്ത് ഞാൻ പ്രയോഗിക്കാറുണ്ട്. കാരണം മിസ് അതുമാതിരിയാണ് ഞങ്ങളോട് വാത്സല്യത്തോടെ പെരുമാറുന്നത്. എല്ലാ മിസ്സുമാരും ഇപ്പൊ ജിഷ മിസ്സിന്റെ ശാന്തമായിട്ടുള്ള ഒരു സൗണ്ടാണ്, ഇങ്ങനെ പോകും. മിസ്സായാലും വാത്സല്യത്തോട് പറയുന്നത് അശ്വതി മിസ്, ഇപ്പൊ ആതിര മിസ്സിനെയും മിൽട്രോസ് മിസ്സിനെയാണ് ഞങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് കിട്ടിയത് PG ക്ലാസ്സിൽ. പക്ഷെ അവരെ ഞങ്ങള് ഇപ്പോ വല്ലാണ്ട് എന്താ അവരുടെ ഓരോരോ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ഈ ടീച്ചർമാർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഞങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ കോഴ്സിനേക്കാൾ ഉപരി, കോഴ്സിലെ ഈ സിലബസിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് പലതും കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്. അതുപോലെ ജയദേവ് സാറിനെയും എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. സാറിന്റെ ഫസ്റ്റ് ക്ലാസ്, സാറിന്റെ അറിവ്, സാറ് ഞാൻ ഒരു ദിവസം മിസ്സിന്റെ ക്ലാസ്സിൽ സാറ് കയറിയില്ലായിരുന്നു. ഫസ്റ്റ് മാർക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വൈവേനെ കുറിച്ച് പറയാൻ. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലാക്കി, കുട്ടികളുടെ മനസ്സിലാക്കിയ ഒരു സാറാണ് സാറ്. കാരണം എങ്ങനെയാണ്, ഞാനപ്പോ അന്നേരം ചിന്തിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ സാർ ഇങ്ങോട്ട് പറയണ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു, സാറ് ഇത്രയധികം ബാച്ചിലെ കുട്ടികളെ ഇങ്ങനെ കണ്ട് 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 സാറിന് മനസ്സിലായി ഈ കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഏത് രീതിയിൽ ചിന്തിച്ചു പോകുന്ന കുട്ടികളാണെന്നുള്ളത്. അപ്പൊ സാറിന്റെ ഒരറിവ് കാര്യങ്ങൾ വളരെ കുറച്ചുള്ളെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ അപ്പൊ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ മാറ്റിയെടുത്തിട്ടുണ്ട് എല്ലാവരെയും കേട്ടോ. കാരണം ഞങ്ങൾ തുടക്കത്തിലെ ഗ്രൂപ്പിൽ കണ്ട കുട്ടികളല്ല ഇന്ന് ലാസ്റ്റ് മെസ്സേജ് അയക്കുന്ന കുട്ടികള്. കാരണം എല്ലാവരിലും, ഇപ്പൊ ഞാനടക്കം എല്ലാവരിലും വായിക്കുന്നത് വരെ മാറിയിട്ടുണ്ട്. നമ്മളൊരു പാസേജ് തന്നിട്ട് ഒന്ന് വായിക്കൂ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പ്രൊണൗൺസിയേഷൻ ഉണ്ടല്ലോ ഓരോരോ വാക്കുകളുടെയും, അതുപോലെ തന്നെ ടോൺ മാറിയിട്ടുണ്ട്. പണ്ട് ചുമ്മാ സംസാരിക്കണ പോലെ വായിച്ചിരുന്നവര് ഇന്ന് അതിൻ്റെതായിട്ടുള്ള അർത്ഥം ഉൾക്കൊണ്ട് എങ്ങനെ ഇംഗ്ലീഷ് വായിക്കണം എന്നുള്ളത് പോലും പഠിച്ചു. സോ താങ്ക് യു ടു സ്മാർട്ട് ശ്രീ, താങ്ക് യു ടു അവർ ടീച്ചേഴ്സ്, beloved teachers. Thank you so much, ma'am. Thank you all. Okay. ആരെങ്കിലും ഇങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടോ? ഓണമൊക്കെ അല്ലേ, ആർക്കും വേണമെങ്കിൽ ഓണത്തിന്റെ പാട്ടൊക്കെ പാടാട്ടോ. മാം, ഞാൻ ഈ കോഴ്സിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് വന്നതാ. ഞാൻ KG 1 എൻ്റെ മോന് സ്കൂളില് മോന്റെ ടീച്ചർ ഞാൻ എന്നാണ് പിക്ക് ചെയ്യാൻ പോകുന്നുണ്ട് എന്നും കാണുന്നുണ്ട് ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ അവിടെ സ്കൂളിൽ ഇൻസ്പെക്ഷന്
ആള് വരുന്നത്. ഇപ്പൊ ഇവിടെ മിനിസ്ട്രിന്ന് ആള് വരുമ്പം ഫുൾ ഇവൻ മോണ്ടിസോറി മെത്തേഡിലാണ് മോന്റെ ക്ലാസ്സും ഉണ്ട്. പക്ക മോണ്ടിസോറി ഇതിലാണ്. അപ്പം ഈ മാം കയറിയിട്ട് ഒരു 2 years എന്തോ ആയുള്ളൂ സ്കൂളിൽ. അപ്പം ഈ മാമിന് ഇഷ്ടംപോലെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. മീൻസ് ഈ കുറെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. 32 കുട്ടികളുണ്ട് ഇവരുടെ ക്ലാസ്സിൽ. അപ്പൊ 32 പേർക്ക് 32 മെറ്റീരിയൽസ് മാമിന് ഉണ്ടാക്കണം. അപ്പൊ മാം എന്നോട് ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു, 2 മാസം ഹെൽപ്പിന് വിത്തൗട്ട് എനി പേയ്മെന്റ് ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ മാം, എനിക്കും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. എന്റെ മോന്റെ ഫസ്റ്റ് അവൻ KG 1 പോയതേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, എനിക്ക് കാണാലോ അവന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ പോയി 2 മാസം മാമിനെ അസിസ്റ്റ് ചെയ്തു. അപ്പൊ മാം അന്ന് എന്നോട് പറഞ്ഞു മോള് പോയി മോണ്ടിസോറി എടുക്കണോന്ന് പറഞ്ഞു എൻ്റെ കയ്യില്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ മാം എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് അത് അങ്ങ് വിട്ടു. ഞാൻ പിന്നെ അത് KG 1 കഴിഞ്ഞു, KG 2 വേറെ ടീച്ചറായി. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ മാമിനെ കാണാം. അപ്പൊ മാം ഇടയ്ക്ക് എന്നോട് ചോദിച്ചു മോണ്ടിസോറി കോഴ്സിന് ജോയിൻ ചെയ്തോന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇല്ല മാം ഞാൻ ചെയ്യാം. അപ്പൊ എന്റെ മാം വാണിങ് കണക്ക് പറഞ്ഞു ചെയ്തിരിക്കണം, പോണം എന്നൊക്കെ. അപ്പം ഒരു 2 weeks കഴിഞ്ഞ് വീണ്ടും ഞാൻ മാമിനെ കണ്ടപ്പോ മാം എൻ്റെ അന്ന് വാൺ ചെയ്ത് പറഞ്ഞു ചേരണം എന്നും പറഞ്ഞു. മാം കുറെ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ. അപ്പൊ എന്നോട് ചോദിച്ചു ചേർന്നോന്ന്. ഞാൻ ആ ഒരു ടെൻഷനിൽ പെട്ടെന്ന് പറഞ്ഞു ചേർന്നു മാം. അപ്പൊ മാം എന്നെ ഹഗ് ചെയ്ത് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് പിന്നെ ഭയങ്കര ഗിൽറ്റ് ആയിരുന്നു, അയ്യോ ഞാൻ കള്ളം പറഞ്ഞല്ലോ. പക്ഷെ അന്ന് നൈറ്റ് തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാണ്. MD 17 19 ആയിരുന്നു. അമല എന്നുള്ളൊരു 17 ആണെന്ന് തോന്നുന്നു. അമല എന്നുള്ളൊരു കുട്ടി അപ്പൊ കാണുന്നു. അപ്പം പുള്ളിക്കാരത്തി ഇവിടെ ആയിരുന്നു. അപ്പോ ഞാൻ കണ്ടപ്പോ പുള്ളിക്കാരത്തി ഇങ്ങനെ മോണ്ടിസോറി കോഴ്സിന് ജോയിൻ ചെയ്തു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ എന്നോട് പറഞ്ഞു സ്മാർട്ട് ശ്രീ എന്നാണ്, നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് ടീച്ചറൊക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു നമ്പർ തരുമോന്ന് ചോദിച്ചു. അങ്ങനെ നമ്പർ തന്നു. ഞാൻ ഇവിടെ PRO കോണ്ടാക്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഓക്കെ ആണ്. എനിക്ക് ഓക്കെ, ഞാൻ എന്തെങ്കിലും ഇപ്പൊ മാമിന് എന്തായാലും ഞാൻ ടീച്ചറിനോട് കള്ളം പറഞ്ഞില്ലേ, ആ ഒരു കള്ളം എനിക്കങ്ങ് സത്യമാക്കണമെന്ന് കരുതി ഞാൻ അങ്ങ് ജോയിൻ ചെയ്തു. എന്നുവെച്ചാൽ അന്ന് ആ ഒരു പകല് ഞാൻ മാമിനോട് കള്ളോ പറഞ്ഞു, പക്ഷെ ആ രാത്രി തന്നെ എനിക്ക് ആ നമ്പർ കിട്ടി, എനിക്കങ്ങ് ജോയിൻ ചെയ്യാൻ പറ്റി, ഈ കോഴ്സിനോട് ജോയിൻ ചെയ്യാൻ പറ്റി. പിന്നീട് നേരത്തെ ടീന ടീച്ചർ പറഞ്ഞ കണക്ക് നമ്മുടെ മക്കൾ ചെയ്യുന്നതിന്റെ ബാക്ക് സൈഡ് നമുക്ക് ചിന്തിക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ മോനെ ഞാൻ വേണ്ട എന്ന് പറയണതിന് പകരം അവന് ഞാൻ കുറച്ചുകൂടി സമയം അതിന് കൊടുക്കാൻ തുടങ്ങി. അവനെ കുറച്ചുകൂടി കേൾക്കാൻ തുടങ്ങി. അവന്റെ കാര്യങ്ങള് അവർ ചിന്തിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റി. നമ്മുടെ മുതിർന്നവരുടെ ചിന്തയിലല്ലേ നമ്മൾ അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന. ഇപ്പൊ നമ്മളും കൂടി അവരിലോട്ട് ഇറങ്ങി അവരെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. പിന്നെന്താ, എനിക്കും ഇടയ്ക്കിങ്ങനെ എന്തെങ്കിലും വയ്യായികയും കുറെ കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോ ഇങ്ങനെ കുറെ ഡ്രോപ്പ് ചെയ്യാമെന്നൊക്കെ ചിലപ്പോൾ ഒരിക്കൽ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ ഇൻസ്പയർ ആയത് ടീന ടീച്ചറാണ്. ടീന ടീച്ചറിന് ട്രിപ്ലെറ്റ്സ് ആണ്, 3 കുഞ്ഞുങ്ങളെ വെച്ചാണ് ടീച്ചർ ഒരു എന്ത് വർക്ക് വന്നാലും അടിപൊളിയായിട്ടാണ് ടീന ടീച്ചർ എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ടീന ടീച്ചർ ആ 3 കുഞ്ഞുങ്ങളെ വെച്ച് എന്തെല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നത്, അപ്പൊ എന്തുകൊണ്ട് എനിക്ക് പറ്റൂല. അപ്പൊ അതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നെ എല്ലാരും നമ്മുടെ ഈ ഒരു ഗ്രൂപ്പില് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. സത്യം പറഞ്ഞ സനല ടീച്ചറാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രൂപ്പ് അടിപൊളിയായിട്ട് ഒരു പ്രെയർ വരെ മുടക്കമില്ലാതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര ഹാറ്റ്സ് ഓഫ് ആണ് അതൊക്കെ. പിന്നെ എല്ലാ ടീച്ചേഴ്സും, ഇപ്പൊ എനിക്ക് ഇന്നലെ ജിഷ മിസ് ആയിരുന്നു വൈവ. അപ്പൊ ടീച്ചർ ഫസ്റ്റ് അല്പം ഒന്ന് താമസിച്ചാ കയറിയത്. ഫസ്റ്റ് വൈവ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ആദ്യം സംസാരിച്ച ഓണക്കോടിയെ കുറിച്ചാ. ഓണക്കോടിയും ഓണ ഡ്രസ്സും സാരിയെ പറ്റിയാ സംസാരിച്ചത്. അപ്പൊ തന്നെ ഞാൻ ഭയങ്കര റിലാക്സ് ആയി. ജിഷ ടീച്ചർ ആയതുകൊണ്ട് ചെറിയൊരു ടെൻഷനിലാണ് സത്യം ഞാൻ വൈവയ്ക്ക് കയറിയത്. ജിഷ ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമെന്ന് കരുതി ടെൻഷനിലൊക്കെ കയറി. പക്ഷെ ടീച്ചർ ഫസ്റ്റ് നമ്മുടെ ഓണക്കോടിയും ടീച്ചർ എന്തോ സാരി മേടിക്കാൻ പോയിട്ട് നിങ്ങൾ എല്ലാരും ഏതോ ഒരു സാരിയുടെ പേര് മാം പറഞ്ഞു, സാരി മേടിക്കാൻ പോയിട്ടൊക്കെ വന്നപ്പോ കേട്ടാ ഭയങ്കര റിലാക്സ് ആയി. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ല, എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കും, പക്ഷെ ഹസ്ബൻഡൊക്കെ കാണും, മോനൊക്കെ കാണും. ഇന്നലെ ഈ വൈവയ്ക്ക് വേണ്ടി ഇത്രയും മെറ്റീരിയൽസ് നിരത്തി വെച്ചപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് കണ്ണ് തള്ളിയിട്ട് പറയാ ഇത്രയും നീ ഉണ്ടാക്കിയോ അയ്യോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു ഹസ്ബൻഡിന്. ഭയങ്കര സപ്പോർട്ടീവ് ഹസ്ബൻഡ്. എന്നാലും പുള്ളിക്കാരന് ഈ ഞാൻ ഉണ്ടാക്കുന്ന ഹെൽപ്പ് ചെയ്യാൻ അത്രയ്ക്ക് ഇതില്ല. എന്ത് പറഞ്ഞാലും ആ സാധനമൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരും. പക്ഷെ ഇത്രയും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നപ്പോ ഇത്രയും നീ കഷ്ടപ്പെട്ടോ, ഇത്രയും നീ ഉണ്ടാക്കിയോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു.
പിന്നെ എന്താ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമുക്ക് സ്കൂളിലൊക്കെ നമ്മളെ കൂടെ ഈ കളിച്ചും ചിരിച്ചുള്ള ഫ്രണ്ട്സിനെ കുറിച്ചുള്ള ഓർമ്മകളല്ലേ ഇപ്പൊ ഞങ്ങൾ നേരിട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ല. ഈ സൗണ്ടിലൂടെ വാട്സപ്പ് മെസ്സേജിലൂടെ മാത്രം പരിചയമുള്ള ഒരുപാട് ഒത്തിരി ഫ്രണ്ട്സ് നമ്മളെ ലൈഫിന്റെ പാർട്ടായി. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ്. പിന്നെ ടീച്ചേഴ്സ് ഇപ്പൊ അപർണ മിസ് ടീച്ചർ, അശ്വതി മിസ്, ജിഷ ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ, ഇംഗ്ലീഷ് അശ്വതി ടീച്ചർ ഭയങ്കര നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ് ടീച്ചറും തരുന്നത്. പിന്നെ അപർണ മിസ്സും ജിഷ മിസ്സും അശ്വതി മിസ് നിങ്ങൾ മൂന്നൊരു മോണ്ടിസോറി ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്കൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം നിങ്ങൾ മൂന്നുപേരും ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ്. ആ ടീച്ചറും കാം ആൻഡ് ക്വൈറ്റ് ആണ്, എന്നാലും കുറച്ചുകൂടി എന്താ പറയാ നമ്മളെ മോനെ മോളെ എന്നൊക്കെ വിളിച്ച് നമ്മളങ്ങ് കുട്ടിയാവും, ചെറിയ ക്ലാസ്സിലെ കുട്ടികളാവും. ഭയങ്കര താങ്ക്സ് ടീച്ചറിന്. നാട്ടിൽ വന്ന ഇപ്പോ ഞാൻ നെക്സ്റ്റ് വീക്ക് നാട്ടിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്നലെ വൈവേ ചോദിച്ചു വാങ്ങിച്ചതാ. അപ്പൊ ജിഷ മിസ് നമുക്ക് കാണാം, നാട്ടിൽ വരുമല്ലോ ഒക്കെ. അങ്ങനെ എല്ലാരും കാണാൻ ഭയങ്കര എക്സൈറ്റഡാ. നാട്ടിൽ വരാണെങ്കിൽ സ്മാർട്ട് സ്റ്റിൽ വരുമോ? വരും മാം, കോൺവെക്കേഷന് വരണം. ഓക്കേടാ. കോൺവെക്കേഷൻ ഡേറ്റ് എന്തെങ്കിലും പറഞ്ഞു നിങ്ങളോട്? കോൺവെക്കേഷൻ ഇല്ല, എന്റെ ജിഷ മിസ് എത്ര മാസം നാട്ടിൽ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ 2 മാസം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു അപ്പൊ കോൺവെക്കേഷന് കാണാലോ എന്ന് പറഞ്ഞു. കോൺവെക്കേഷൻ വരെ ആയിരിക്കും. കാരണം നമ്മള് എക്സാം കഴിഞ്ഞിട്ട് ഒരു 1 month സർട്ടിഫിക്കേഷൻ പ്രോസസ്സിങ്ങിന് ടൈം എടുക്കും. നമ്മളുടെ മാർക്സ് ഒക്കെ അവിടേക്ക് എൻറ്റർ ചെയ്ത് അവിടുന്ന് വെരിഫിക്കേഷൻ വരാനായിട്ട് 1 month എന്തായാലും എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ എക്സാം കഴിഞ്ഞ് 1 month കോൺവെക്കേഷൻ ഉണ്ടാവും. പ്രോസസ്സിങ് ചിലപ്പോ സ്പീഡപ്പ് ആവും. നമുക്ക് ലീവുകൾ അധികം വരുന്നില്ലെങ്കിൽ ഈ മാസമൊക്കെ ആണെങ്കിൽ സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് കുറച്ച് വൈകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വർക്കും കാര്യങ്ങളൊക്കെ കുറച്ച് പെൻഡിങ് വരും ഇപ്പൊ. പക്ഷെ നിങ്ങളുടെ ഭാഗ്യമുണ്ട്. കാരണം എന്താണ്, എക്സാം ഈ ലീവ് കഴിഞ്ഞിട്ടാണ് എക്സാം വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ എൻട്രി ആണെങ്കിലും ഓക്കെ ആയിരിക്കും പെട്ടെന്ന് ആവുമായിരിക്കും. പിന്നെ നമ്മളെ കോഴ്സ് തുടങ്ങിയപ്പം കണ്ടിരുന്ന ഒരുപാട് പേരെ ഇപ്പൊ ലാസ്റ്റ് ആയപ്പോ കാണുന്നില്ല. ആ ഒരു വിഷമമുണ്ട് മാം. കാരണം എല്ലാവരും എന്നേക്കാൾ നന്നായിട്ട് ആക്റ്റീവ് ആയിരുന്ന കുറെ പേരുണ്ടായിരുന്നു ആദ്യമൊക്കെ. അവരൊന്നും ഇപ്പം മേ ബി അവർ റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ടായിരിക്കും. എന്നാൽ ലൈവ് ക്ലാസ്സിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ കുറിച്ചൊക്കെ ആലോചിക്കും, എന്ത് പറ്റിയോ കാണുന്നില്ലല്ലോ എന്നൊക്കെ. കുറച്ച് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാല് നമ്മുടെ കോഴ്സ് ചില കുട്ടികളൊക്കെ ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്നതാ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നതാ. പക്ഷെ അവർക്ക് പെർമനന്റ് ആയിട്ട് എന്നോട് ജോലി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അവര് കോഴ്സ് ഓൺലൈനായിട്ട് ചെയ്യാം. കാരണം ഇപ്പൊ ഞാൻ വൈവേ ചെയ്ത മിക്ക കുട്ടികളും എന്നോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോ പറഞ്ഞത് അവര് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്റേൺഷിപ്പിന് വേണ്ടി പോയതാണ്. ഒരു 2-3-4 months ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പോയി ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട്. പിന്നീട് നമുക്ക് അവിടെ തന്നെ പ്ലേസ്മെന്റ് ആയി എന്ന് പറഞ്ഞു. അപ്പോ എക്സാം എഴുതുന്നുണ്ട്, വൈവ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വൈവ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവരൊക്കെ കാണാത്തത് എന്തുകൊണ്ട്, ഇവർക്കൊക്കെ ജോലി കിട്ടിയതുകൊണ്ടാണ്. പിന്നെ എന്താണ്, ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഉണ്ടാവും. പിന്നീട് എല്ലാരും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. കാരണം വെച്ചാൽ മോന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മയും ഇതുപോലെ തുടങ്ങി മോണ്ടിസോറി കോഴ്സ് തുടങ്ങി ഇങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യാൻ കൂടിയപ്പോ അവർക്ക് എന്തോ അസുഖം എന്തോ പെട്ടെന്ന് വന്നു, പനി എന്തോ വന്നപ്പോ പിന്നെ അങ്ങ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയ ഒരു സപ്പോർട്ടൊന്നും ഇല്ലാതെ അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഈ നമ്മുടെ തുടക്കത്തിൽ വന്ന എല്ലാരും ലാസ്റ്റ് വരെ എങ്ങനെയും കണ്ടിന്യൂ ചെയ്യണമെന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്താ പറയാ, ഡിസ്കണ്ടിന്യൂ ചെയ്താലും പിന്നെയും ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം MT3 കുട്ടിയാന്ന് തോന്നുന്നു, MT15 ഒപ്പം എനിക്ക് വൈവയിൽ വന്നതാ. അപ്പോ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാണ് ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നീട് എന്താ പറയാ വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷെ ജഗദീഷ് സാറ് പേഴ്സണലി വിളിച്ച് ആളോട് പറഞ്ഞു, നിർബന്ധിച്ചു ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ഒരു വിഷമമുണ്ട് കേട്ടോ, നിങ്ങളോട് പറയാറ്. MT18 ഒരു കുട്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തു. എനിക്ക് നിങ്ങളെ പോലെ തന്നെ ആക്റ്റീവായിട്ട് നന്നായിട്ട് പെരുമാറുന്ന ഒരു കുട്ടിയാണ്, റീജു എന്ന് പറയും. PG ഒക്കെ ആയപ്പോഴേക്കും പാർട്ട് 1 കഴിഞ്ഞപ്പോഴേക്കും ടേം 1 കഴിഞ്ഞപ്പോഴേക്കും ആള് ഡിസ്കണ്ടിന്യൂ ചെയ്യും. ടേം 1ന്റെ എക്സാം എഴുതിയില്ല. എനിക്ക് നല്ല വിഷമമായിരുന്നു. കാരണം നല്ല ആക്റ്റീവായിരുന്നു, കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ആൾക്ക് ഇംഗ്ലീഷിനോടുള്ള പേടി കൊണ്ടാണ് ഡിസ്കണ്ടിന്യൂ ചെയ്തതെന്നാ പറഞ്ഞത്. ആൾക്ക് ഇംഗ്ലീഷ് അത്ര അങ്ങോട്ട് വന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ വരുമ്പോ നമുക്ക് ചെറിയ കുട്ടികളെ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. മാം അതുപോലെ എനിക്ക് PGന്റെ ടൈമിങ് എനിക്കങ്ങട് നമ്മുടെ ഒരു കുഞ്ഞുങ്ങളുടെ ആ ടൈമിംഗ് ആയിട്ട് ഒക്കണില്ല. അപ്പൊ എനിക്ക് കാരണം ലൈവ് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് മുടങ്ങി. എനിക്ക്
ചിലപ്പോ ഞാൻ ലാസ്റ്റ് ഒരു ഉറങ്ങിയതിന് ശേഷം ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഒക്കെ ചിലപ്പോ ഇടയ്ക്ക് അങ്ങനെ കയറിയാൽ പറ്റുള്ളൂ. അപ്പൊ അതെനിക്ക് ഒരു വിഷമമുണ്ട്. നമ്മുടെ ഒരു മോർണിംഗ് ക്ലാസ് പോലെ അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ PGയുടെ എന്തെങ്കിലും നമ്മൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബ്ലാങ്ക് ആണ്. റെക്കോർഡഡ് കേൾക്കാൻ തീരെ സമയമില്ല. അപ്പൊ ഇതില് നമുക്ക് എക്സാം പോയിന്റിൽ തന്നെ നോക്കിയാല് മതിയാവും. ഇത് മോക്ക് നമ്മള് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുമോ നമുക്ക്? കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, PG സെറ്റ് ആണ്. ആ മതിയല്ലോ. ഓക്കെ. മോക്ക് ടെസ്റ്റ് ഉണ്ടാവുമല്ലേ മാം ഇതുപോലെ നമുക്ക്? കാരണം അങ്ങനെയാണ് ആ ഒരു PGയുടെ ഡിസൈൻ തന്നെ. നമ്മള് ഡിപ്ലോമ നമുക്ക് പോലെ ഏതോ ദിശ മിസ്സോ അതിര മിസ്സോ ആരോ പറഞ്ഞു ഇങ്ങനെ എക്സാമിന് മുമ്പ് ഏതൊക്കെ പോർഷനാണ് വരുന്നത് എന്ന് പറഞ്ഞു തരാം, അവിടുന്ന് മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ ഞാൻ എടുക്കുന്ന പോർഷൻസ് ഞാൻ സാധാരണ ആദ്യമായിട്ട് എന്ന് പറയാം, നമ്മള് ഇപ്പൊ എടുക്കുന്ന പോർഷൻസിനുള്ള ക്വസ്റ്റ്യൻസ് അവർ പറഞ്ഞു തരും. നമ്മള് ഏത് ടോപ്പിക് കറക്റ്റ് ആയിട്ട് പഠിക്കണം എന്നൊക്കെ നമുക്കൊരു റിവിഷൻ ക്ലാസ് പോലെ. എനിക്ക് PG പോർഷൻ ഇപ്പൊ ഒട്ടും നീങ്ങുന്നില്ല. എന്നെ സംബന്ധിച്ചാണെങ്കിൽ വലിയൊരു ചാപ്റ്റർ ആണ് ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് PGയില്. അതെ മാമാണ് ഏറ്റവും വലിയ ചാപ്റ്റർ എടുത്തിരിക്കുന്നത്. അത് ഹാൻഡിൽ ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട് പറഞ്ഞു. എന്നുവെച്ചാല് വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് പോർഷൻ കംപ്ലീറ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞു. ഇപ്പോ മിനോമിസ് ഒക്കെ ആണെങ്കിൽ പുതുതായിട്ട് വരുന്നതാണല്ലോ, നിങ്ങൾക്ക് പരിചയവുമില്ല. അപ്പൊ ഒരു വലിയ ചാപ്റ്റർ എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോന്ന് ഉറപ്പില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പിള്ളേരാണ്, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ഒരു ചാപ്റ്റർ എടുത്ത് വന്നതാ. അത് കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ ആവും. എന്ന് വെച്ചാല് കുറച്ചും കൂടെ ഉള്ളൂ, അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആവും. പിന്നൊരു ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് വെച്ചാല് PGയില് ഞാൻ ഇത്രയും നാളും മൊഡ്യൂൾ 5 ആയിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. മൊഡ്യൂൾ 4ലേക്ക് ഇപ്പൊ ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. ആദ്യമൊക്കെ എടുത്തിട്ടുണ്ട്, ഫസ്റ്റ് PG ബാച്ചിലൊക്കെ മൊഡ്യൂൾ 4ഉം 5 ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ കുറെ നാളായിട്ട് PGയില് ഞാൻ മൊഡ്യൂൾ 5 തന്നെ ഹാൻഡിൽ ചെയ്തിരുന്നത്. മൊഡ്യൂൾ 4നും 5നുള്ള പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. PG കുട്ടികൾ ഉണ്ട് ഇവിടെ? ഉണ്ട്. ഞാൻ പറയാം. മൊഡ്യൂൾ 4ൽ നിന്ന് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് വരുന്നത് കുറവായിരിക്കും. കാരണം 7 ചാപ്റ്റർ ഉണ്ട്. അപ്പോ 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോ ഒരു മേബി ഒരു 7-8 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് വരുള്ളൂ. പിന്നെ മൊഡ്യൂൾ 5ന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ആകെ 4 ചാപ്റ്റർ ഉണ്ടെങ്കിലും 3 ചാപ്റ്റർ ആയിട്ട് കൂട്ടിയാൽ മതി. 3 ചാപ്റ്ററിൽ നിന്ന് എന്താണ് 50 ക്വസ്റ്റ്യൻ വരുമ്പോ ഒരു ചാപ്റ്ററിൽ ഒരു 15 ക്വസ്റ്റ്യൻ എങ്കിലും അതിന് മേലെ വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കണം കേട്ടോ. അത് ടീച്ചർമാരോട് പറയാം, മോക്ക് ടെസ്റ്റ് കുറച്ച് കൂടുതൽ തരാം നോക്കുക അങ്ങനെ പറയുകയാണെങ്കിൽ അവർ തരും കേട്ടോ. കൂടുതൽ ക്വസ്റ്റ്യൻസ് തരാണെങ്കിൽ ചെയ്ത് നോക്കാൻ എളുപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ മതി. നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ്. അതിര മിസ്സും മിലോ മിസ്സിനോടൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തരും. ഓക്കെ, അപ്പോ ഞാൻ എന്റെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. പറഞ്ഞോടാ. അതിര മിസ് ആയിരുന്നു വൈവക്ക്. അപ്പൊ മിസ് പറഞ്ഞ് അപർണ മാമിന്റെ ക്ലാസ്സിൽ സെമിനാർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മിസ് മാം നാളെ ടോപ്പിക് തരുമോന്ന് ചോദിക്കാനിട്ടാ. നാളത്തെ എടുക്കാനായിട്ട് ഇന്നിപ്പോ ടോപ്പിക് തരണോ? അല്ല, നാളത്തെ ക്ലാസ്സിൽ ടോപ്പിക് തരുമോന്ന് ചോദിക്കാനായിട്ട്. നാളെ ടോപ്പിക് തരാടാ. ഓക്കെ. അല്ലെങ്കിൽ മോൻ ഒരു ടോപ്പിക്കിനെ തന്നാൽ അത് എടുക്കാൻ പറ്റും നാളത്തേക്ക്? എടുക്കാം. 1 മിനിറ്റ്. നാളെ തന്നെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം കുട്ടികൾ കുറെ പേരുണ്ടല്ലോ. നാളെ സ്റ്റാർട്ടിംഗ് സെമിനാർ ഞാനായിരിക്കും മാം. ഓക്കെ, അല്ല ജസ്റ്റ് എടുത്ത ടോപ്പിക് ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഡിസിപ്ലിൻ എടുക്കോ? ഡിസിപ്ലിൻ. ഓക്കെ, ഡിസിപ്ലിൻ ടോപ്പിക് കേട്ടോ. ഓക്കെ. മോഡേൺ ഡിസിപ്ലിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കേട്ടോ. ഈ ഒരു മെയിൻ്റെനൻസ് ഓഫ് ഡിസിപ്ലിൻ, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ സ്കൂൾ എടുത്താലും മതി. നോക്കിയാൽ മതി കേട്ടോ. സെഷനിൽ നിന്ന് നമ്മൾ സെമിനാർ പ്രിപ്പയർ ചെയ്തോ, നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്ര വിഷയത്തിന്റെ കാര്യമൊന്നുമില്ല, കാരണം നിങ്ങൾ ഓക്കെയാണ്. പിന്നെ നിങ്ങളുടെ പേടി കുറച്ചൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കാണുകയും ചെയ്യാലോ, ഒരു ആഴ്ചയിൽ കണ്ടിട്ട്. അപ്പൊ കാണാലോ എന്ന് വിചാരിച്ചു വന്നതാ. ഓക്കെ, താങ്ക് യു ഓൾ. ഇങ്ങനൊരു ബാച്ച് വന്നത് മറക്കില്ല കേട്ടോ നിങ്ങളെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഓരോ ബാച്ച് എടുത്ത് പറയുമ്പോൾ ബാച്ചിന്റെ പ്രത്യേകതകളാണ് എനിക്ക് ഓർമ്മ വന്നത്. അതേപോലെ ഇങ്ങനെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരുന്ന ഒരു ബാച്ച് ഞാൻ പഠിപ്പിച്ചെന്ന് ഓർക്കും. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. യു. താങ്ക് യു മാം.
താങ്ക് യു.